എല്ലാവർക്കും ഞാൻ പറയുന്നത് ഓഡിബിൾ ആണല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ആരെങ്കിലും ഒന്ന് Yes, ma'am. മ്യൂട്ട് ഒഴിവാക്കിയിട്ട് പറയാൻ പറ്റും? ഓക്കെ, താങ്ക് യു. Yes, ma'am. അപ്പൊ തുടങ്ങാല്ലേ? കാരണം നമുക്ക് സമയം ഓൾറെഡി 7:30 ആയി തുടങ്ങി. ഇനി ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ജോയിൻ ചെയ്തോട്ടെ, കുഴപ്പമില്ല. So, good evening, everyone. First of all, I would like to welcome all of you to this webinar. And also, I appreciate those who joined on time. അപ്പോൾ മൈസെൽഫ് ഐ എം അശ്വി, ഐ എം ദ കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ഓഫ് സൈബ്രിഡ്ജ്. നമുക്ക് ഇന്നലെ കുറച്ച് ഡേറ്റിന്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഐ ഹോപ്പ് ഞാൻ എല്ലാവരോടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് എല്ലാവർക്കും എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് സൈബ്രിഡ്ജ് ആണ്. അപ്പോൾ സൈബ്രിഡ്ജിനെ കുറിച്ച് അറിയാത്തവർ ചിലപ്പോൾ ഇതിലുണ്ടാവും. കാരണം ഓൾറെഡി നമ്മളുടെ സൈബ്രിഡ്ജിന്റെ സ്റ്റുഡൻസ് ഇതിൽ ഒരുപാടുണ്ട്. പക്ഷെ അറിയാത്തവർക്കായിട്ട് പറയുവാണ്, സൈബ്രിഡ്ജ് എന്നുള്ളത് നമ്മളുടെ സൈക്കോളജി സ്റ്റുഡൻസിന് അതുപോലെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയും ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് മെയിൻ ആയിട്ട് CBT ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു 6 month ഓൺലൈൻ കോഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അതില് നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ കേസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടും അതുപോലെ റിയൽ കേസ് ഡിസ്കഷൻസും സൂപ്പറിലൂടെയൊക്കെ ഉള്ള ഒരു പാക്ഡ് ആയിട്ടുള്ള റിച്ച്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് നമുക്ക് ഈ സൈബ്രിഡ്ജിന്റെ CBT പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് അതുപോലെ ഇപ്പൊ മേധാവി യൂണിവേഴ്സിറ്റിന്റെ ഒരു അക്രഡിഷനും കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഒരു UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. അപ്പോൾ ബാക്ക് ടു അവർ വെബിനാർ. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മളുടെ വെബിനാറിന്റെ ടോപ്പിക് വരുന്നത് CBT ഫോർ OCD പ്രാക്ടിക്കൽ ടൂൾസ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നുള്ള ടോപ്പിക്കിലാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അതല്ലേ ഇത്. നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാനും നിങ്ങൾക്ക് കൂടുതൽ ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഫർഹാൻ സെയ്ദ് സാറിനെയാണ്. സോ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി ഈസ് വർക്കിംഗ് ആസ് എ ചീഫ് സൈക്കോളജിസ്റ്റ് അറ്റ് ഹേലിയൻ ഹാപ്പിനെസ് and also he having a 4 years of experience in evidence-based therapy for adults and adolescents, and he is currently training from Beck Institute, and also he is doing his PhD from Jamia Millia Islamia. So I respectfully welcome Mr. Farhan Said sir to handle in this session. സോ എല്ലാവരും എന്താ ചെയ്യാ, പെട്ടെന്ന് നോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സർ പറയുന്ന ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. സോ സർ. താങ്ക് യു. ഒടിവിൾ ആണല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? Yes, sir. എൻ്റെ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ സ്ക്രീന് ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നു. പറ്റുന്നുണ്ട് അല്ലേ? Yes. ശരി. നമ്മൾ ടോപ്പിക് വന്നിട്ടുള്ളത് CBT ഫോർ OCD എന്നുള്ളതാണ്. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനുള്ള CBT നമുക്ക് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മുടെ ടോപ്പിക് വരുന്നത്. ഇതിനു മുമ്പ് ആങ്സൈറ്റിയുടെ ഒരു CBT എങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഷൗക്കത്ത് സാറ് ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അതിൽ കുറെ കാര്യങ്ങളൊക്കെ എന്താണ് ഒരു CBT മോഡൽ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞിട്ടുണ്ടോ? ഇതിൽ ക്ലാസ് ജോയിൻ ചെയ്യുന്ന ആളുകൾ പറയൂ, എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയോ? ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും അത് കേട്ടുള്ള ആളുകൾ? ഓക്കെ, ഞാൻ തന്നെ പറയാം. നമുക്ക് നേരെ OCD എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞിട്ട് തന്നെ നമുക്ക് ആങ്സൈറ്റിയിലേക്ക് പോകാം. OCD എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഡിസോർഡർ ആയിരിക്കും. ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് കേട്ടിട്ടുണ്ടാവും. കുറച്ചും കൂടിയൊക്കെ ഒരു ലോക്കൽ ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വസ്വാസ് എന്നുള്ള ഒരു ടേമിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഇതിൽ PG കഴിഞ്ഞിട്ടുള്ള ആളുകൾ ആയിരിക്കും ഇതിൽ കൂടുതലും എന്നുള്ളൊരു അസംഷനിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ മിക്കവാറും ഇതിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരു PG കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും കൂടുതൽ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, PG സ്റ്റുഡൻസും ഉണ്ട്. ഓക്കെ, സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ OCD എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത്രത്തോളം ഒരു ക്ലിനിക്കൽ എക്സ്പോഷറോ അല്ലെങ്കിൽ അധികം അങ്ങോട്ട് നമ്മൾ അതിനെക്കുറിച്ച് OCD-നെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരുപാട് സമയം കൈ കഴുകുന്നതോ കുളിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ, കൈ കഴുകുക, കുളിക്കുക അല്ലെങ്കിൽ ക്ലീൻസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ നമ്മൾ OCD എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നത്.
ഒരുപക്ഷെ എല്ലാവർക്കും അല്ല, അത്യാവശ്യം OCD കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ OCD എന്ന് പറയുന്ന ഒരു ഡിസോർഡറിനെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും അതിന് 2 ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, കമ്പൽഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഓക്കെ, ഒരു സൈഡിൽ ഒബ്സഷൻ ഉണ്ട്, ഒരു സൈഡിൽ കമ്പൽഷൻ ഉണ്ട്. ഓക്കെ, ഈ ഒബ്സഷൻ എന്താണ് എന്നുള്ളതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ്, ഒബ്സഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും എന്നാണ്. ഭയങ്കര റിക്കറന്റ് ആയിട്ടുള്ള തോട്ടിനെയാണ് നമ്മൾ ഒബ്സഷൻ എന്ന് പറയാം. സാധാരണ ഒരു തോട്ടും ഒബ്സഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അത് രണ്ടെണ്ണമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. തോട്ട് എന്ന് പറയുന്നതും ഒബ്സഷൻ എന്ന് പറയുന്നതും നമുക്ക് രണ്ടായിട്ടുള്ള കാര്യങ്ങളായിട്ട് തന്നെ പറയാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പെട്ടെന്ന് ഭയങ്കര ഫിനാൻഷ്യലി സെറ്റിൽ ആവുന്നു, നല്ല വലിയൊരു പൈസക്കാരനാവുന്നു, ഒരു മില്യനർ ആവുന്നു എന്നുള്ളൊരു ചിന്ത നമുക്ക് വരാം. ആ സാധനം വന്നു, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ പോയി എൻ്റെ തോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് എത്താം. ഇത് ചിലപ്പോൾ നല്ലത് വരാം, ചിലപ്പം ഭയങ്കര മോശമായത് വരാം, ചിലപ്പോൾ ചീത്തമായത് വരാം. ഏത് രീതിയിലുള്ള സാധനങ്ങളുടെ നമ്മളെ ചിന്തയിലൂടെ അങ്ങനെ കടന്നു പോകും. അതൊക്കെ മേർ തോട്ട് മാത്രമാണ്. അതായത് നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നു, അതങ്ങനെ വന്ന് അതിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മൾ വേറൊരു സാധനത്തിലേക്ക് നമ്മൾ എത്തുന്നു. അതിന് നമ്മൾ സാധാരണഗതിയിൽ തോട്ട് എന്ന് പറയും. പക്ഷെ ചില സാധനങ്ങൾ എന്ത് ചെയ്യും, നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് വീണ്ടും അതേ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു പൈസക്കാരനാവുന്നു എന്ന് പറയുന്ന ഒരു സാധനം എൻ്റെ മൈൻഡിൽ ഒരു വട്ടം വന്നു എന്നുള്ളത് മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ വേറൊരു സാധനത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും എങ്ങനെയെങ്കിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഈ സാധനം തന്നെ എൻ്റെ തലയിലേക്ക് വരും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഒരു പക്ഷെ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് ഇതിങ്ങനെ ഞാൻ പൈസക്കാരനാവുന്നതിനെ കുറിച്ചുള്ള ഇമാജിനേഷനും ചിന്തകളും മാത്രമായിരിക്കും. അപ്പൊ ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് നമ്മളുടെ തലയിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു സാധനത്തിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഇതൊരു എന്താണ് ഒരു ഡിസോർഡറിൽ റിലേറ്റ് ചെയ്ത് മാത്രമല്ല, ഒരു ക്ലിനിക്കൽ കണ്ടീഷനിൽ മാത്രമല്ല നമ്മൾ ഈ ഒബ്സഷൻ എന്ന് പറയാം. വളരെ കോമൺ ആയിട്ട് എല്ലാ ആളുകൾക്കുള്ള ഒരു സാധനമാണ് ഈ ഒബ്സഷൻ എന്ന് പറയുന്നത്. അത് എന്തുമാകാം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾ വലിയൊരു ഉയരത്തിലെത്തുന്നതായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഒബ്സസ്ഡ് ആവുന്നത്. ചിലപ്പോൾ നമ്മൾ വളരെ വേണ്ടപ്പെട്ട, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കുറിച്ച്, ഇപ്പൊ പ്രേമിക്കുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ട്ണറെ കുറിച്ച് അല്ലെങ്കിൽ റിലേഷനിലുള്ള ആളെ കുറിച്ച് എപ്പോഴും അവരുടെ തലയിലേക്ക് വന്നുകൊണ്ടിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒബ്ജക്റ്റിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യം തോന്നിയിട്ട് വീണ്ടും അതിലേക്ക് ഇങ്ങനെ, പ്രത്യേകിച്ച് എന്താണ് ഏതെങ്കിലും കാറ്, ഏതെങ്കിലും ബൈക്ക്, ഇതിനോട് വീണ്ടും ഒരു അഭിരുചി തോന്നിയിട്ട് വീണ്ടും അതന്നെ വന്നുകൊണ്ടിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻസോ സിറ്റുവേഷൻസോ ആയിരിക്കാം. അത് നല്ലതോ ആവാം, ചീത്തയോ ആവാം. ഓക്കെ, ചീത്ത എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷെ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുന്നത്, നമ്മളെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നത്, നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും എന്താണ് വൃത്തികേടുകളാവുന്നത്, ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു തോട്ട് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നതിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒബ്സഷൻ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറിയ ഒരു ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, ചെറിയൊരു ടെൻഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഈ ഒബ്സഷൻ നമ്മളുടെ തലയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്കൊരു സ്റ്റേറ്റ് ഓഫ് എന്താ പറയുക, ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണമെങ്കിൽ നമുക്ക് ആങ്സൈറ്റി എന്ന് പറയാം. ഇതിന്റെ മുമ്പത്തെ സെഷനിൽ CBT ഫോർ ആങ്സൈറ്റി എന്ന് പറയുന്ന സെഷനിൽ ചിലപ്പോൾ ഷൗക്കത്ത് സാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എന്താണ് പേടി എന്നുള്ളതും എന്താണ് ആങ്സൈറ്റി എന്നുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? കേൾക്കാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിൽ ഒന്നും കൂടി പറയാം. കേൾക്കാത്ത ആളുകൾ ഉണ്ടോ? ഓക്കെ, ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ PG ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ എന്താണ് പേടി എന്ന് പറയുന്നതും ആങ്സൈറ്റി എന്ന് പറയുന്നതും എപ്പോഴും രണ്ട് സാധനമായിട്ടാണ് നമ്മൾ പറയാം. അതിൽ പേടി എന്ന് പറയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളുടെ മുമ്പിൽ എന്തുണ്ട്, ഒരു ത്രെട്ട് ഉണ്ട്. അത് നമ്മളുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ത്രെട്ടാണ്. ഉദാഹരണത്തിന് ഒരു പട്ടി കലിപ്പ് പിടിച്ചിട്ട് വരുന്നുണ്ട്, ഒരു പേ പിടിച്ച പട്ടിയാണ് വരുന്നത്, അല്ലെങ്കിൽ തൊട്ട് മുമ്പിൽ ഒരു പാമ്പ് പടം വിടർത്തി നിൽക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ എന്താണ് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മളുടെ ഫാനിന്റെ സ്ക്രൂ ഇങ്ങനെ ഇളകി കിടക്കുന്നുണ്ട്, അത് കറങ്ങുന്നതിനനുസരിച്ച് കുതാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഒബ്വിയസ് ആയിട്ടുള്ള എന്തായാലും സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്താണ് ഫിയർ എന്ന് പറയാം. ഒറ്റ മിനിറ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ, ഒരു മിനിറ്റ്.
സോറി, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഇങ്ങനെ Yes, sir. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ത്രെട്ടിനെയാണ് നമ്മൾ ഫിയർ എന്ന് പറയുന്നത്, നമ്മൾ പേടി എന്ന് പറയുന്നത് അതിനെയാണ്. എന്നാൽ ആങ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ത്രെട്ട് അവിടെ പ്രസന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷെ നമ്മൾ എപ്പോഴും അത് ആന്റിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരിക്കും ആങ്സൈറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സാധനമാണ്, വളരെ കോമൺ ആയിട്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ, നമ്മളിങ്ങനെ വെറുതെ കിടക്കുമ്പോൾ വെറുതെ ഒന്ന് മുകളിലേക്ക് നോക്കുമ്പോഴായിരിക്കും ഫാൻ ഇങ്ങനെ കറങ്ങുന്നത്. ആ ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ തലയിലേക്ക് വരുന്നത്, ഇൻ കേസ് ആ ഫാൻ എങ്ങാനും നമ്മളുടെ തലയിലേക്ക് വീണാലോ. ചിലപ്പോൾ നമ്മളത് അങ്ങനെ വിടും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വീണാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു സാധനം നമുക്ക് വല്ലാത്തൊരു പേടി ഉണ്ടാക്കും. എന്നാൽ ആ സാധനം വീഴുക എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു പക്ഷേ സംഭവിക്കാൻ യാതൊരു സാധ്യത ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിരിക്കും അല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, മിക്കവാറും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളെ റൂമിൽ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ എട്ടുകാലി ഉണ്ടെന്ന് വിചാരിക്കും. എപ്പോഴും അങ്ങനെ ഒരു സാധനത്തിനെ നമ്മൾ റൂമിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഉള്ളൊരു പേടി എന്തായിരിക്കും, അതെങ്ങാനും ഓടി നമ്മളുടെ മേത്തേക്ക് വന്നാലോ എന്നുള്ളൊരു പേടിയായിരിക്കും. അത് എട്ടുകാലി ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂറ ആയിക്കോട്ടെ, ഈ രണ്ട് സാധനങ്ങളെ കുറിച്ചാണ് സാധാരണഗതിയിൽ വളരെ കോമൺ ആയിട്ട് ഉണ്ടാവാറുള്ളത്. ആണോ അല്ലേ? ഉണ്ടാവാറുണ്ടോ എപ്പോഴെങ്കിലും ഇൻ Sir, കേസ് അത് അത് ഓടുന്നത്? anxiety ആണോ phobia ആണോ? ആങ്സൈറ്റി ആണ് ഞാൻ പറയുന്നത്. Okay. ഓക്കെ, ഇൻ കേസ് അത് നമ്മളുടെ മേത്തേക്ക് ഓടി വന്നാലോ എന്നുള്ള, അതായത് നമ്മൾ എന്താണ് അപ്രഹെൻഡ് ചെയ്യാണ്, നമ്മൾ അങ്ങനെ സംഭവിച്ചാലോ എന്നുള്ളൊരു സാധനം നമ്മളിങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്യാണ്. ആ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ ഉണ്ട്. അതേസമയം എട്ടുകാലി നമ്മളടുത്തേക്ക് ഓടി വരിക എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം നമുക്ക് എട്ടുകാലിനോടുള്ള പേടിനേക്കാൾ വലുതാണ് എട്ടുകാലിക്ക് നമ്മളെ കുറിച്ചുള്ള പേടി എന്ന് പറയുന്നത്. നമ്മൾ അടുത്തേക്ക് പോകുന്ന സമയത്ത് എട്ടുകാലി വീണ്ടും അങ്ങോട്ട് ഓടുകയാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എട്ടുകാലി ഇങ്ങോട്ട് വരില്ല, സാധാരണഗതിയിൽ വരില്ല അല്ലേ. അപ്പോ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ മിനിമൽ ആണ്. എപ്പോഴെങ്കിലൊക്കെ 0.1% ഒക്കെയാണ് അതിന്റെ സാധ്യത. എന്നാൽ നമ്മൾ അത് സംഭവിക്കും അല്ലെങ്കിൽ എൻ കേസ് സംഭവിച്ചാലോ എന്നുള്ള ഒരു അപ്രഹെൻഷനിലാണ് അല്ലെങ്കിൽ ആന്റിസിപ്പേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ത്രെട്ട് ചിലപ്പോൾ പോസിബിൾ ആയിക്കോളണം എന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ആന്റിസിപ്പേറ്റ് ചെയ്യും. അത് ഇമ്മീഡിയറ്റ് അല്ല, ഒന്നല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സാധനത്തിനെ കുറിച്ചായിരിക്കും. നിർബന്ധമായിട്ടും അങ്ങനെ സംഭവിച്ചോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒബ്സഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ അത് ആങ്സൈറ്റി ആയിട്ട് അത് മാറും. അങ്ങനെ ആങ്സൈറ്റി ഉണ്ടാവുന്ന സമയത്ത് പലപ്പോഴും എന്ത് ചെയ്യും, ആളുകൾക്ക് ഈ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്ന പരിപാടിനെയാണ് നമ്മൾ കമ്പൽഷൻ എന്ന് പറയുക. ഓക്കെ, എട്ടുകാലി ഇങ്ങനെ വരും എന്ന് തോന്നുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ആ ടെൻഷൻ അപ്പം നമുക്കൊന്ന് കുറയും. ആ സാധനത്തിനെയാണ് നമ്മൾ കമ്പൽഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഒബ്സഷനും ഈ പറയുന്ന ടെൻഷനും അതുപോലെ തന്നെ കമ്പൽഷനും ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മളുടെ ഇടയിലൊക്കെ കാണുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ സാധനം ഒബ്സഷനും കമ്പൽഷനും ആങ്സൈറ്റി ഒക്കെ പറയുമ്പോൾ ഒരു ഡിസോർഡർ ആണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതൊക്കെ നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് അല്ലേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ ബീച്ചിൽ പോകുന്ന ആളുകളാണ്. ബീച്ചിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ മുമ്പിൽ നടന്നു പോയിട്ടുള്ള ആരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ഒരു ഫുട് പ്രിന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മളുടെ മുമ്പിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓരോ ഫുട് പ്രിന്റ് അവിടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. കമ്പൽഷൻ എന്താന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്, അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് ഞാനിത് പറയാം. നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് ആ ടെൻഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ എടുക്കും. ആ ടെൻഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ നമുക്ക് ചെയ്യണം എന്ന് തോന്നും. നമ്മളുടെ കൺട്രോൾ അല്ലാതെ ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്തു പോകും. അങ്ങനെ ചെയ്തു പോകുന്ന ഒരു സാധനത്തിനെയാണ് കമ്പൽഷൻ എന്ന് പറയാം. ഓക്കെ, അത് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒറ്റ തവണ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അത് ഒരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളത് എന്തായാലും ചെയ്തേ അടങ്ങൂ എന്നുള്ള, അല്ലെങ്കിൽ ചെയ്താലേ നമുക്ക് സമാധാനം ആവുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ആ സാധനത്തിനെയാണ് കമ്പൽഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ബീച്ചിൽ പോകുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യാം, അവിടെ നമ്മളുടെ മുമ്പിൽ സോ ഒബ്സഷൻ എന്ന് പറയുന്നത് തോട്ടും കമ്പൽഷൻ എന്ന് പറയുന്ന ആക്ഷനുമാണ്. അതെ, താങ്ക് യു. ഒബ്സഷൻ എന്ന് പറയുന്നത് റിക്കറന്റ് ആയിട്ടുള്ള തോട്ടാണ്, ഒറ്റ തോട്ടല്ല. അത് വീണ്ടും വീണ്ടും നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നതിനെയാണ് ഒബ്സഷൻ എന്ന് പറയാം.
കമ്പൽഷൻ എന്ന് പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ബീച്ചിലൂടെ നമ്മളിങ്ങനെ പോകുന്നു, ഫുട് പ്രിന്റ് ഉണ്ട്. മിക്കവാറും നമുക്ക് എന്ത് തോന്നും? ആ ഫുട് പ്രിന്റിലൂടെ നമുക്ക് ഇങ്ങനെ ചവിട്ടി പോകണം എന്ന് നമുക്ക് ഇങ്ങനെ തോന്നൂലേ? തോന്നാറുണ്ടാവും. തോന്നിയതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനത്തിനെയാണ് നമ്മൾ ഒബ്സഷൻ എന്ന് പറയുക. അങ്ങനെ തോന്നും, നമുക്ക് വീണ്ടും അതങ്ങനെ ചവിട്ടി പോകണം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മളത് ചെയ്യൂല. ചെയ്യാത്തതിന്റെ കാരണം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ മറ്റുള്ള ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എംബാരസ്ഡ് ആവുമോ, ഓക്വേർഡ് ഫീൽ ചെയ്യുമോ എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ ചെയ്യാത്തത്, അല്ലെ? നമുക്ക് അങ്ങനെ ചവിട്ടി പോകണം തോന്നി, അങ്ങനെ തന്നെ പോകണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് വന്നു. അത് ചെയ്യാത്തയിടത്തോളം നമുക്ക് ഇങ്ങനെ എന്തോ ഒരു പൊറുതികേട്, ഭയങ്കര പൊറുതികേട്. ആ പൊറുതികേട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് വിചാരിക്കാനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജഡ്ജ് ചെയ്യും എന്നുള്ള പേടിയൊന്നും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അതിലൂടെ അങ്ങനെ ചവിട്ടി അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഒരു ഒബ്സഷൻ ചെറിയൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത്, ആ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചവിട്ടി ഇങ്ങനെ പോകുന്നത്. ആ സാധനം കമ്പൽഷനാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്തുണ്ടാവാറുണ്ട്? വളരെ കോമൺ ആയിട്ട് എപ്പോഴും ആളുകൾക്ക്, എപ്പോഴും എന്നുള്ളതല്ല, വളരെ കോമൺ ആയിട്ട് ആളുകൾക്ക് ഒബ്സഷനും ഉണ്ടാവാറുണ്ട്. ആ ഒബ്സഷൻ കൊണ്ട് ചിലപ്പോൾ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അതൊരു കമ്പൽഷനിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത് വളരെ കോമൺ ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഡിസോർഡർ ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന സാധനങ്ങൾ, ഈ ഒബ്സഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, എന്താണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു തോട്ടാണ് ഈ ഒബ്സഷൻ എന്നുണ്ടെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ചവിട്ടി പോവുക എന്ന് പറയുന്നത് എന്തല്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാധനമൊന്നുമല്ല. അതിപ്പോ അങ്ങനെ ചിലപ്പം പോകാതിരിക്കാം, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു തോട്ടായിരിക്കും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് ആ ഒരു തോട്ട് എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യും. ആ ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുകയും ആ ആങ്സൈറ്റി കൊണ്ടുണ്ടാവുന്ന ഈ കമ്പൽഷൻ എന്ന് പറയുന്നത് അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട്, അവർക്ക് വീണ്ടും ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോകുന്നുണ്ടോ സാർ? എങ്ങനെ ഇടയ്ക്ക് സൗണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗ്ലിച്ച് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ചെയ്യുന്നുണ്ട്? ഇല്ല 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 കേൾക്കാം, നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. Okay, clear okay. ആയിട്ട്. So it must be mine. Sorry, thank you. ഓക്കെ, അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ആക്ഷൻ തന്നെ ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരുടെ ഒന്നില്ലെങ്കിൽ പേഴ്സണൽ, അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഈ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്താണ് മേഖലനെ, ആസ്പെക്റ്റിനെ ഇത് ബാധിക്കാൻ തുടങ്ങി കഴിയുന്ന സമയത്താണ് നമ്മളതിനെ ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒബ്സഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും അത് അതേപോലെ തന്നെ ഓരോ സിറ്റുവേഷനിലും അതേപോലെ തന്നെ നിലനിൽക്കുകയും ആ ഒബ്സഷൻ കൊണ്ടുണ്ടാവുന്ന ആങ്സൈറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടിയിട്ട് ആ ആങ്സൈറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ ചെയ്യുന്ന കമ്പൽഷൻ എന്ന് പറയുന്നത്, ഈ കമ്പൽസീവ് ആക്ട് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് സമയം ചെയ്യുക. ആ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഇയാളുടെ മറ്റ് ആവശ്യങ്ങൾക്ക്, വളരെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സമയത്തിന് അപഹരിച്ചിട്ട് അതൊന്നും ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്ക് കമ്പൽഷനും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്താണ് നമ്മൾ അതിനെ ഡിസോർഡർ എന്ന് പറയുക. ക്ലിയർ ആണോ? അപ്പൊ ഒബ്സഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആളുകൾക്കുള്ള ഒരു സാധനമാണ്. കമ്പൽഷൻ എന്ന് പറയുന്നതും പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ ചിലപ്പോൾ ചെയ്യാതിരിക്കാം, ചിലപ്പോൾ നമ്മൾ ചെയ്യും. എന്നാൽ ഈ രണ്ട് സാധനങ്ങളും നമ്മളുടെ പേഴ്സണൽ, സോഷ്യൽ, ഒക്യുപ്പേഷണൽ അല്ലെങ്കിൽ അക്കാദമിക് ലൈഫിനെ ബാധിച്ച് തുടങ്ങുന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്ട്രസ് ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ അതിനെ ഡിസോർഡർ എന്ന് പറയുക. അപ്പോഴാണത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആകുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ചെറിയൊരു ഡിസോർഡർ അല്ലാതാവുന്ന ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോഴും റൂം ഭയങ്കര ക്ലീൻ ആയിട്ട് നിൽക്കണം. ആ ക്ലീൻ ആയിട്ട് നിൽക്കാത്തയിടത്തോളം അയാൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നു? ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ അയാൾ എന്ത് ചെയ്യും? അപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അയാൾ റൂം മാക്സിമം നീറ്റായിട്ട് അയാൾ കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നീറ്റ് അല്ലാതിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് പറയുന്ന ഇങ്ങനെ ഒരു തോട്ട്, പൊടി കാണുന്ന സമയത്ത് അടിച്ചു വാരണം തോന്നുക, ഡ്രസ്സ് ഇങ്ങനെ കുന്നുകൂടി കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഒക്കെ തെറ്റി കിടക്കുന്ന സമയത്ത് നേരെയാക്കണം എന്ന് തോന്നുക എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. അതങ്ങനെ ചെയ്യാത്തയിടത്തോളം നമുക്ക് ഇങ്ങനെ ഒരു ഇടങ്ങാറ് തോന്നുക എന്ന് പറയുന്നത് നോർമലാണ്. നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഇടങ്ങാറ് വരുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് നേരെയാക്കും, അടിച്ചു വാരും, ഒന്ന് ക്ലീൻ ആക്കിയിടും.
ഓക്കെ, ഈ ഒബ്സഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു കമ്പൽസീവ് ആക്ടിന്റെ അല്ലെങ്കിൽ കമ്പൽഷന്റെ ഭാഗമായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതേസമയം ഇയാൾക്ക് രാവിലെ എണീച്ചപ്പോൾ അയാൾ ലേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നേരത്തെ എത്തേണ്ട ഒരു സ്ഥലത്തേക്ക് അയാൾക്ക് പോകാനുണ്ട്. ആ പോകാനുള്ള സമയത്ത് ഇയാൾക്ക് ടെൻഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെ തൽക്കാലം മാറ്റി വെച്ചിട്ട് എനിക്ക് എന്താണ് അവിടെ പോകാം, അവിടെ പോയിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്താലും മതി എന്ന് പറയുന്ന രീതിയിലേക്ക് അയാളുടെ തോട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ അയാൾക്ക് ഇതിനെ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള നീറ്റ്നെസിന്റെ ഒരു ഭാഗമാണ്. നേരെ മറിച്ച് അയാൾക്ക് എത്ര ലേറ്റ് ആയി കഴിഞ്ഞാലും ഈ സാധനം മടക്കി വെക്കാതെ പോയി കഴിഞ്ഞാൽ ഇതിലും വലിയ എന്തോ പ്രശ്നം വരാനുണ്ട് എന്നുള്ള ഒരു രീതിയിൽ, ഒന്നില്ലെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഒന്നും വരാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇത് ചെയ്യാതെ എനിക്ക് പോകാൻ കഴിയൂല എന്നുള്ള രീതിയിൽ ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവുകയും അത് ചെയ്യാതെ അയാൾക്ക് പോകാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ ജോബിനായിരിക്കും പോകുന്നത്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിനായിരിക്കും പോകുന്നത്, ഒരു സോഷ്യൽ ഗാദറിങ്ങിനായിരിക്കാൻ പോകുന്നത്, ഇതിനൊക്കെ ബാധിക്കാൻ തുടങ്ങും. അങ്ങനെ ബാധിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതൊരു ഡിസോർഡർ ആയിട്ട് മാറും. ക്ലിയർ ആണോ സാധനങ്ങൾ? ക്ലിയർ ആണ്. കോർഡിനേറ്റർ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുക, മറ്റുള്ള ആളുകൾക്ക് ഇതിൽ കൊണോട്ടേഷൻ കൊടുക്കാനുള്ള, ഡ്രോ ചെയ്യാനുള്ള ഒരു സാധനം റിമൂവ് ചെയ്താൽ സർ ഓക്കെ. എന്തായിരുന്നു മ്യൂട്ട് ഒഴിവാക്കാനായിരുന്നോ പറഞ്ഞേ സർ? ഹലോ ആനോറ്റേഷൻ ഓഫ് ആക്കണം. നെറ്റ് ഇഷ്യൂസ് ഉണ്ടല്ലേ സാറിന്റെ? ആണല്ലേ ഇഷ്യൂ ഇപ്പോ? അല്ല, ആനോറ്റേഷൻസ് ഓഫ് ആക്കാനാ സാർ പറഞ്ഞത്. ഞാൻ കേട്ടില്ല, ഒന്നുകൂടി പറയാൻ പറ്റുമോ? സ്ക്രീൻ ഡ്രോയിങ് റൈറ്റ്സ് ഡിസേബിൾ ചെയ്യാൻ. എന്ത് ഡിസേബിൾ ചെയ്യാനാ? സ്ക്രീനിൽ ഹലോ ഡ്രോ, സർ പാർട്ടിസിപ്പൻസിന് സ്ക്രീനിൽ ഡ്രോ ചെയ്യാനുള്ള ഡിസേബിൾ ചെയ്യാനാണ് സാർ പറഞ്ഞത്. ഓ ഓക്കെ. ആരെങ്കിലും മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അറിയാതെ വരയ്ക്കുന്നുണ്ടായിരിക്കും. സാർ ഡ്രോപ്പ് ആയി പോയോ? സർ എവിടെയുണ്ട്? സാറിന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വരും ഹലോ വരും സാർ വരും സാർ വരും. ഓക്കെ ഓക്കെ ശരി. സാറിന്റെ നെറ്റ്വർക്ക് കുറച്ച് ഡൗൺ ആണ് സാർ. ഇപ്പൊ വരുവോ? എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഷുവർ. ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. സാറിന്റെ നെറ്റ്വർക്ക് ഇത്തിരി ഡൗൺ ആണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ്. ഓക്കെ സാർ വന്നിട്ടുണ്ടേ. കേൾക്കുന്നില്ല സാർ, കേൾക്കുന്നില്ല. സാറിന് കേൾക്കുന്നില്ലല്ലോ. ഹലോ ഒന്നും ഹലോ കേൾക്കുന്നില്ല. ഇല്ല, കേൾക്കുന്നില്ല. സാർ ഒന്നുകൂടി ലൗഡ് ആവാൻ പറ്റുമോ? ഇവിടെ കേൾക്കുന്നില്ല. ഹലോ ഓക്കെ ആണോ? ഓക്കെ ഓക്കെ സർ. ഓക്കെ ആണ് സാർ, ഓക്കെ ആണ്. ഓക്കെ, PPT പോയിട്ടുണ്ടാവൂലേ? ഒരു മിനിറ്റ്. PPT ഇല്ല. ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ? യെസ് സർ, യെസ് സർ. ഓക്കെ. അപ്പോ അത് രണ്ടും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡിസോർഡർ ആവുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്, ഡിസോർഡർ ആവാത്ത സിറ്റുവേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലേ? യെസ് സർ. ഓക്കെ. അപ്പോ ഇനി OCD ഉണ്ടാവുന്ന ഒരു സൈക്കിൾ നമ്മൾ ഇതിന്റെ ഇടയിലൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോയി. നമ്മളൊരു CBT എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ, അല്ലെങ്കിൽ നമ്മളൊരു തെറാപ്യൂട്ടിക് രീതിയിലൊക്കെ നമ്മൾ OCDനെ പറയുന്ന സമയത്ത്, ആൻസൈറ്റി ഡിസോർഡർ ഏതായിക്കോട്ടെ, ഏത് ഡിസോർഡർ ആവുന്ന സമയത്തും നമ്മൾ ആദ്യം ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തെറാപ്പിയിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവർക്ക്
ഇവർക്ക് തോന്നുന്ന സാധനം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിൽ ആങ്സൈറ്റി എന്താണ്, ഫിയർ എന്താണ് എന്നുള്ളത്, OCD എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ശരിക്കും അത് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് കുറെയൊക്കെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, ഇവരുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ള സാധനങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ആങ്സൈറ്റി എന്താണ് എന്നുള്ളത്, ഒബ്സഷൻ എന്താണ് എന്നുള്ളത്, കമ്പൽഷൻ എന്താണ് എന്നുള്ളത്, പിന്നെ അതിന്റെ ഒരു സൈക്കിൾ എന്താണ് എന്നുള്ളത്. ഓക്കെ, ഇത് പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ഒബ്സഷൻ എന്ന് പറയുന്നത് മിക്കവാറും എന്തായിരിക്കും, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിലീഫായിട്ട് അവർക്ക് ചിലപ്പോൾ മിക്കവാറും മാറിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ ഡ്രസ് നമ്മൾ റൂം ക്ലീൻ ആക്കുക എന്ന് പറയുന്ന ഒരു സംഗതി, ആ റൂം ക്ലീൻ ആക്കാതെ അവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നിർഭാഗ്യമാണ്, പോകുന്ന സംഗതികൾ ചിലപ്പോൾ നടക്കൂല എന്ന് പറയുന്ന തോട്ട് ചിലപ്പോൾ അവരുടെ തലയിലേക്ക് വന്നിട്ടുണ്ടാവും. ഒരു ഒബ്സഷൻ പോലെ ഈ സാധനം വീണ്ടും വീണ്ടും അവരുടെ തലയിലൂടെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടാവും. അങ്ങനെ കളിച്ചാലുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അത് സത്യമായിട്ട് തോന്നും. ഇപ്പൊ ഈ ഒബ്സഷന്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും പ്രത്യേകിച്ച് റെലവൻസ് ഉണ്ടായിക്കോളണം എന്നില്ല, ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടായിക്കോളണം എന്നില്ല, അതിനൊരു റാഷണൽ ഉണ്ടായിക്കോളണം എന്നില്ല, അങ്ങനെ യാതൊരു നിർബന്ധവും അതിനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ നമുക്ക് ഇങ്ങനെ ചാടി ചാടി പോകണം എന്നുള്ളൊരു തോന്നൽ വരുന്നു. എന്തിനാ അപ്പൊ അങ്ങനെ ചാടി പോയിട്ട്? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അങ്ങനെ തോന്നുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞത്, ഞാൻ 8 സമയത്തേക്ക് ഓടി വരും എന്ന് പറയുന്നതാണ്. അങ്ങനെ നമുക്ക് തോന്നുന്നു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ വരുമോ ഇല്ലേ എന്നുള്ളത് നമ്മൾ റാഷണലി ആലോചിച്ചാൽ വരൂല എന്നുള്ളത് നമുക്ക് അറിയാം. പക്ഷെ വീണ്ടും വീണ്ടും നമ്മളുടെ തലയിലേക്ക് വരുന്ന സമയത്ത് ഇൻകേസ് അങ്ങനെ സംഭവിച്ചാലോ എന്നുള്ളൊരു വിശ്വാസം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒബ്സഷൻ ഭയങ്കരമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഒബ്സഷൻ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും വരാവുന്ന ഒരു സാധനമാണ് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. അവരതിനൊരു വിശ്വാസമായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ ഈ ചിന്തയാണ് ഇവർക്ക് ഈ കമ്പൽസീവ് ആക്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളതായിരിക്കും മിക്കവാറും അവർ വിശ്വസിച്ച് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഈ ചിന്ത മാത്രമല്ല ഡയറക്റ്റ് എന്തുണ്ടാക്കുന്നത്, ഒരു കമ്പൽഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ഈ ഫാന് പൊട്ടി വീകുമോ എന്നുള്ളൊരു തോട്ട് നമുക്ക് വന്നു. അത് വന്നു എന്നുള്ളത് മാത്രമല്ല, കുറച്ച് സമയത്തേക്ക് വീണ്ടും വീണ്ടും നമ്മൾ അത് അങ്ങനെ ആലോചിച്ച് ഇൻകേസ് വീണാൽ എന്താ ചെയ്യുക എന്നുള്ളൊരു സാധനം നമുക്ക് ഇങ്ങനെ വന്നു. ചെറിയൊരു ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാവും, എന്നാലും നമ്മൾ നീക്കൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടി വീകൊന്നും ഇല്ലായിരിക്കും എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അവിടെ വർക്ക് ചെയ്യും. അതിന്റെ കൂടെ തന്നെ കിടന്നോടത്ത് എണീക്കാനുള്ള ഒരു മടിയും കൂടി നമുക്ക് അവിടെ വർക്ക് ചെയ്യും, ഇല്ലേ? വർക്ക് ചെയ്യൂലേ? ഇനി അവിടുന്ന് എണീച്ചിട്ട് ഫാനൊക്കെ ഓഫാക്കി പോകണം എന്നൊക്കെ തോന്നുമ്പോൾ വയ്യ, ഇനിയിപ്പോൾ വീകാണ് വീകട്ടെ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ആലോചിക്കും. ഇനി അതൊന്നുമല്ല, നമ്മൾ റൂം ലോക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടത്തെ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ള തോന്നലൊക്കെ നമുക്ക് ഇങ്ങനെ വരും. അതൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വിചാരിക്കും, ഇപ്പൊ കൂട്ടിയില്ലെങ്കിലും ഇപ്പൊ എന്താ, അവിടെ നിന്നോട്ടെ എന്ന് വിചാരിക്കും. എണീക്കാനുള്ള മടി കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അതിങ്ങനെ വിചാരിക്കും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള കമ്പൽഷൻ അവിടെ സംഭവിക്കണേ. ഞാനിത് പറയാനുള്ളൊരു കാരണം എല്ലാ ഒബ്സഷനും കമ്പൽഷനിലേക്ക് എത്തിക്കണില്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് ഇത് കമ്പൽഷനിലേക്ക് എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു ആങ്സൈറ്റി കൂടെ ഉണ്ടാവുന്ന സമയത്താണ്. ഓക്കെ, നമുക്ക് ഈ ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടെൻഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ, ഒരു എന്താണ് ഈ കമ്പൽഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സഷൻ ഡയറക്റ്റ് ആയിട്ട് കമ്പൽഷൻ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഒബ്സഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ആങ്സൈറ്റി പോലെ ഒരു സാധനം വരും. അങ്ങനെ ഒരു സാധനം വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക, ഈ ആങ്സൈറ്റി വരുന്ന സമയത്താണ് അത് കമ്പൽഷനിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ക്ലയൻസിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു എന്നുള്ളത് കൊണ്ടല്ല ശരിക്കും നിങ്ങൾ അത് ചെയ്യുന്നത്. ആ തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ടെൻഷനെ മറക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ കമ്പൽസീവ് ആക്ഷനിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതെന്തിനാ പറയണത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ. ഓക്കെ, അപ്പോൾ OCDന്റെ സൈക്കിൾ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും, ഒബ്സഷൻ എന്ന് പറയുന്നത് സാധാരണ തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒബ്സഷൻ എത്രത്തോളം കോമൺ ആണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് അതേപോലെയുള്ള വേറെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഈ ഒബ്സഷൻ നിങ്ങളെ കൊണ്ട് ഈ കമ്പൽസീവ് ആക്ട് ചെയ്യിക്കുന്നതല്ല. എപ്പോഴും പല എന്താണ് ആളുകളും വന്നിട്ട്
ഇങ്ങനെ തോന്നിയിട്ട് കൊണ്ട് ആരും ചെയ്യിക്കുന്നത് പോലെയാണ് ഞാനത് ചെയ്യുന്നത്. പലപ്പോഴും എനിക്കത് ചെയ്യാൻ ആഗ്രഹമൊന്നുമില്ല, ചെയ്യിക്കുന്നത് പോലെ ഉള്ളുന്ന ആരോ ചെയ്യിക്കുകയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും അവർക്ക് മനസ്സിലാവാറില്ല. എല്ലാപ്പോഴും മനസ്സിലാവാറില്ല എന്നുള്ളതല്ല, പലപ്പോഴും പല ആളുകൾക്കും മനസ്സിലാറില്ല. അപ്പൊ പറയുന്ന ആങ്സൈറ്റിയാണ് ഈ കമ്പലിലേക്ക് അവർക്ക് ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോ കമ്പൽഷൻ എന്ന് പറയുന്നത് എന്തെന്നെ ആയിക്കോണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണക്ഷൻ യെസ്, പോയി. ഓഡിയോ ഡിസ്ട്രപ്ഷൻ ഉണ്ട് കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ. മൊത്തം പോയി. സാർ വരും കേട്ടോ. സാറിന്റെ നെറ്റ്വർക്ക് ഇത്തിരി ഡൗൺ ആണ്, അതുകൊണ്ടാണ്. എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആ ശരി മാം. സോറി, ഇവിടെ കുറച്ചൊരു മഴയൊക്കെ പെയ്യുന്നത് കാണാൻ നെറ്റ്വർക്ക് ഭയങ്കരമായിട്ട് ഗ്ലിച്ച് വരുന്നുണ്ട്. റിയലി സോറി അബൌട്ട് ദാറ്റ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത്, കമ്പൽഷൻ എന്ന് പറയുന്ന ഒരു സാധനം എന്തായിക്കൊള്ളണം എന്നില്ല. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഒരു ആക്ഷൻ ചെയ്യുക എന്നുള്ളത് തന്നെ ആയിക്കോളണം എന്ന് നിർബന്ധമില്ല. എന്ത് ചെയ്യുന്നതാവാം. നമ്മൾ ഈ ഒബ്സഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകുന്നതുമാവാം, അവോയ്ഡ് ചെയ്തു പോകുന്ന ഒരു സാധനം ഉണ്ടാവാറുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് തോന്നുകയാണ് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഒരുപാട് സമയം ഞാൻ ബാത്റൂമിൽ ഇരിക്കേണ്ടി വരും, ഒരുപാട് കഴുകേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. വെള്ളം കുടിച്ചാലാണല്ലോ എന്ത് ചെയ്യേണ്ടത്, ബാത്റൂമിൽ പോകേണ്ടി വരിക. അപ്പൊ അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുന്നില്ല എന്നങ്ങോട്ട് തീരുമാനിക്കും. അതല്ലാതെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് തോന്നുന്നത് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന സമയത്ത് മുഴുവൻ ഞാൻ വേറൊരാളെ മേത്തേക്ക് വണ്ടി കയറ്റും എന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ഒബ്സഷൻസ് ഒക്കെ ഉണ്ട്. ഒബ്സഷൻസ് ടൈപ്പ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വേറൊരാളുടെ മേത്തേക്ക് ഞാൻ വണ്ടി കയറ്റും, അല്ലെങ്കിൽ വണ്ടി കയറ്റണം എന്നുള്ളൊരു തോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തു പോയാലോ എന്ന് പേടിച്ചിട്ട് അയാൾ എന്ത് ചെയ്യും, ഡ്രൈവ് ചെയ്യാതിരിക്കും. ഡ്രൈവ് ചെയ്യുന്ന സമയത്താണല്ലോ ഈ പ്രശ്നം. അതുകൊണ്ട് ഈ തോട്ട് ഭയങ്കരമായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് ഡ്രൈവ് ചെയ്യൽ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യും. അപ്പോൾ കമ്പൽഷൻ എന്ന് പറയുന്നത് എന്തും കൂടി ആവാം, അവോയ്ഡൻസും കൂടി ആവാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്സഷൻ എന്ന് പറയുന്ന സാധനം ആങ്സൈറ്റി ഉണ്ടാക്കും. ആങ്സൈറ്റി നമ്മളെ കമ്പൽഷനിലേക്ക് ലീഡ് ചെയ്യും. ഈ കമ്പൽസീവ് ആക്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു റിലീഫ് ഇവർക്ക് ഉണ്ടാവും. ഭയങ്കര ഒബ്സഷനും ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പൽസീവ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു നിശ്ചിത സമയത്ത് ഈ നിശ്ചിത എമൗണ്ട് ഓഫ് ടൈം ഇവർ ഈ കമ്പൽസീവ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ടാവും, ഒരു റിലീഫ് ഉണ്ടാവും. ആ റിലീഫ് ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഭയങ്കര പ്രശ്നമുള്ള ഒരു സാധനമാണ്. കാരണം നമ്മളൊരു സാധനം ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണോ നമ്മൾ അത് ചെയ്തത് അത് റീഇൻഫോഴ്സ് ചെയ്യപ്പെടും. ഇവിടെ ഈ നമുക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കമ്പൽസീവ് ആക്ട് ചെയ്യുന്നത്. ഈ കമ്പൽസീവ് ആക്ട് ചെയ്യുന്നത് കൂടി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം, ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത്, ഈ ഒബ്സഷനുമായി ബന്ധപ്പെട്ടുള്ള ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് റീഇൻഫോഴ്സ് ചെയ്യപ്പെടും. അഥവാ അടുത്ത സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ ആങ്സൈറ്റി കൂടും. അപ്പോൾ അടുത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പിന്നെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒബ്സഷൻ വരും. ഈ റീഇൻഫോഴ്സ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ ഒബ്സഷന്റെ എമൗണ്ട് അളവ് എന്ന് പറയുന്നത് കൂടിയിട്ടുണ്ടാവും. അത് കൂടിക്കഴിഞ്ഞാൽ ഈ ആങ്സൈറ്റിന്റെ അളവ് എന്ന് പറയുന്ന സാധനം കൂടും. ഓക്കെ. ഈ ആങ്സൈറ്റി കൂടുന്നതിനനുസരിച്ച് ഈ കമ്പൽസീവ് ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അത് എത്രത്തോളം ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിലീഫ് ആയിരിക്കും ഇവർക്ക് കിട്ടുന്നുണ്ടാവുക. ആ റിലീഫ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് റീഇൻഫോഴ്സ് ചെയ്യപ്പെടും, പിന്നെയും ഒബ്സഷൻ കൂടും, അതിനനുസരിച്ച് ആങ്സൈറ്റി പിന്നെയും കൂടും, അതിനനുസരിച്ച് കമ്പൽഷൻ പിന്നെയും കൂടുതൽ ചെയ്യേണ്ടി വരും. ആങ്സൈറ്റി കൂടുന്നതിനനുസരിച്ച് ഈ കമ്പൽസീവ് ആക്ഷൻ കൂടുതൽ ചെയ്യേണ്ടി വരും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ പറയുന്ന സാധനമാണ് OCD സൈക്കിൾ എന്ന് പറയുന്നത്. OCD ഉള്ള പേഷ്യൻസിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവരുടെ ഈ ഒബ്സഷനും കമ്പൽഷനും എന്ന് പറയുന്ന സാധനം വളരെ മിനിമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൽ നിന്നായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ്, ഏതെങ്കിലും ഒരു സമയത്ത് ഇവർക്ക് എന്ത് തോന്നി, കയ്യിലേക്ക് ഫുള്ള് പോയിട്ടില്ല, ഭക്ഷണം കഴിച്ചതിന് ശേഷം കയ്യിലുള്ളത് മുഴുവൻ പോയിട്ടില്ല എന്ന് തോന്നി. ഒരു വട്ടം കൂടി കഴിഞ്ഞാൽ അത് പോകും എന്ന് തോന്നി. അവർ ഒറ്റവട്ടം കഴിയും. ഓക്കെ, ഒറ്റവട്ടം കഴുകി അടുത്ത ഇതേ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇതേപോലെ അവർക്ക് ഫീൽ ചെയ്യും. എന്താ ഫീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ,
എന്താണ് ഭക്ഷണം കഴുകിയിട്ട് ഒരു വട്ടം കഴുകിയപ്പോൾ അത് ശരിയായിട്ടില്ല, ഒന്നും കൂടി കഴുകിയാൽ ഇത് ശരിയാവുള്ളൂ എന്നുള്ള തോന്നല് എന്താണെങ്കിലും ഉണ്ടാവും. അതൊരു എമൗണ്ട് ഓഫ് ആങ്സൈറ്റി അവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വട്ടം കഴുകിയാൽ മതിയാവില്ല, 2 വട്ടം കൂടുതൽ ചെയ്യേണ്ടി വരും. അടുത്ത സമയമാകുമ്പോൾ ഈ ഒബ്സഷൻ എന്താണെങ്കിലും അതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും വരിക. അതുകൊണ്ടുണ്ടാവുന്ന ആങ്സൈറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർ ഒരു വട്ടം ചെയ്തത് ചിലപ്പോൾ 3 വട്ടം അവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമാധാനം കിട്ടുന്നുണ്ടാവുള്ളൂ. ഇതിങ്ങനെ കൂടിയിട്ട് ആ ഒരു സാധനത്തിൽ മാത്രം നിൽക്കാതെ പല മേഖലകളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ പോവാണ് ചെയ്യുക. അതാണ് OCDന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് തുടങ്ങിയിട്ട് അതേ സ്ഥലത്ത് മാത്രം ഇത് നിൽക്കൂല. ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആങ്സൈറ്റി കൂടും, അതുമായി ബന്ധപ്പെട്ടുള്ള കമ്പൽഷൻ കൂടും എന്നുള്ളത് മാത്രമല്ല, ഇത് അടുത്ത സ്ഥലങ്ങളിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവർ ഭക്ഷണം കഴിച്ച സമയത്ത് അവർ കഴുകി 2 വട്ടം കഴുകിയാലേ ശരിയാവുള്ളൂ എന്ന് അവർക്ക് തോന്നി. 3-മത്തെയോ 4-മത്തെയോ പ്രാവശ്യം ആകുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു തോട്ടും കൂടി ആഡ് ചെയ്ത് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കഴുകുന്ന സമയത്ത് ഇതിന്റെ കഴുകുന്ന സമയത്ത് ഉറ്റിയിട്ടുള്ള വെള്ളം ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് തന്നെ തെറിക്കുമല്ലോ, വാഷ് ബേസിൽ. അങ്ങനെ തെറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും? കഴുകിയതിന്റെ മുകളിൽ കൂടെ ഒന്നും കൂടി അവർക്ക് കഴുകേണ്ടി വരും. അപ്പോൾ പുതിയൊരു സാധനം കൂടി ആഡ് ചെയ്തു. അടുത്ത പ്രാവശ്യം വരുന്ന സമയത്തേക്ക് ഇപ്പം ഈ വെള്ളം തെറിക്കുന്നതും കൂടിയിട്ട് അവർ 4 പ്രാവശ്യമാണ് കഴുകിയത് എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഈ ഒരു വട്ടം കൂടി ചിലപ്പോൾ തെറിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ കഴുകിയ സമയത്ത് ഒന്നും കൂടി തെറിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നും കൂടി കഴുകണം എന്ന്. ഓക്കെ, അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ചിലപ്പോൾ അവർക്ക് വരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ കഴുകിയ സമയത്ത് എൻ്റെ കയ്യിലേക്ക് മാത്രമല്ല തെറിച്ചിട്ടുണ്ടാവുക, പൈപ്പിലേക്ക് കൂടി സാധനം തെറിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? എൻ്റെ കൈ മാത്രം കഴുകിയാൽ പോരാ, അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ പൈപ്പ് നീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ആ പൈപ്പ് കൂടി കഴുകണം എന്ന് തോന്നും. അവരെന്ത് ചെയ്യും? 5 വട്ടം കഴുകി ഓൾറെഡി, അതിന്റെ മേൽ കൂടെ പൈപ്പും കൂടി ഒരു വട്ടം കഴുകും. ആ പൈപ്പിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആങ്സൈറ്റി അവർക്ക് അടുത്ത പ്രാവശ്യം റീഇൻഫോഴ്സ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഒരു വട്ടം പൈപ്പ് കഴുകിയാൽ മതിയാവില്ല, 2 വട്ടം കഴുകേണ്ടി വരും. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് സംഭവിക്കുന്നത് എവിടെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോയ്ലറ്റിലോ അല്ലെങ്കിൽ പുറത്തു പോയി വരുന്ന സമയത്തൊക്കെ ആയിരിക്കും. അവർ പുറത്തു പോയി വന്ന് കാല് കഴുകുന്ന സമയത്ത് അവർക്ക് ഇതേ സാധനം വരും. ഈ ഭക്ഷണം കഴിച്ച് കഴുകുന്ന സമയത്ത് കൈമലേക്ക് തെറിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാല് കഴുകുന്ന സമയത്ത് ഇതേപോലെ തെറിക്കാലോ. അപ്പൊ കാലും അവർക്ക് 2 പ്രാവശ്യം കഴുകണം. ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പല മേഖലകളിലൂടെയും സഞ്ചരിച്ച് ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യപ്പെട്ട് സ്പ്രെഡ് ചെയ്യപ്പെട്ട് അങ്ങനെ പോയിയാണ് സാധാരണഗതിയിൽ OCD ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറുക. OCDന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്, ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവും. അതിന്റെ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. അതായത് ഊഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ, ബെഡിൽ നിന്ന് എണീക്കാൻ കഴിയാതെ, ബാത്റൂമിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയാതെ, ഒന്ന് അങ്ങോട്ടോ അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്ക്രീഷൻസ് നമ്മളെ പുറത്തേക്ക് പോകും എന്ന് തോന്നിയിട്ടോ, അല്ലെങ്കിൽ അപ്പുറത്തുള്ള കട്ടിലേക്കോ ആളുകളിലേക്കോ അത് പടരും എന്ന് വിചാരിച്ചിട്ടോ അനങ്ങാൻ കഴിയാതെ അവിടെ കിടക്കും. നമ്മൾ വിചാരിക്കും അതാണ് ഏറ്റവും വേഴ്സ് എന്നുള്ളത്. അതുമാത്രമായിരിക്കില്ല, അവർക്ക് ഡ്രസ്സ് ഇടാൻ കഴിയാത്ത അവസ്ഥ വരും. ഒരുപാട് തുണികൾ ഒരു ദിവസം തന്നെ ഒരുപാട് പ്രാവശ്യം ഡ്രസ്സ് മാറ്റേണ്ട അവസ്ഥകൾ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു എക്സ്ട്രീമിറ്റിയിലേക്കും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കും OCD സ്പ്രെഡ് ചെയ്ത് പോയി തുടങ്ങാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം ഓരോ പ്രാവശ്യം കമ്പൽസീവ് ആക്ടിലേക്ക് എത്തുന്ന സമയത്തും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Yes, sir. Yes. Yes, sir. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊരു സാധനം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു OCD എന്ന് പറയുന്ന ഒരു സാധനം ക്ലീൻനെസ്സിൽ മാത്രമല്ല പല സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ മിക്കവാറും OCD ഉണ്ടാകുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒന്നിൽ നിൽക്കൂല, ഇത് ഇങ്ങനെ കറങ്ങി പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളോട് വന്നിട്ട് പറയുക എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാധനമായിരിക്കും ചിലപ്പോൾ അവർ വന്നിട്ട് പറയും. അതായത് അവരേറ്റവും കൂടുതൽ ബാധിക്കുന്ന അവരുടെ അവരുടെ ഒരു പേഴ്സണൽ ലൈഫിനെയോ അല്ലെങ്കിൽ വർക്ക് ലൈഫിനെയൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സാധനമായിരിക്കും അവർ ഏറ്റവും കൂടുതൽ വന്നിട്ട് പറയാനുള്ള ഒരു സാധനം. അവർ പറയുന്നത്, എനിക്ക് രാവിലെ കുളി തീരുന്നില്ല, ആ കുളി തീരാത്തത് കൊണ്ട് എൻ്റെ ജോബിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. അത് മാത്രമായിരിക്കും അവർ പറയുന്നുണ്ടാവും. അതല്ലാത്ത ഒരുപാട് സാധനങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടാവും. അതറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് വൈ ബോക്സ് എന്ന് പറയുന്ന ഒരു സാധനം. ഓഡിബിൾ അല്ല കേട്ടോ സാറ്, സംസാരിക്കുന്ന കേൾക്കുന്നില്ല. സാറിന്റെ മൈക്ക് മ്യൂട്ടാ.
സാറിന്റെ മൈക്ക് മ്യൂട്ടോ സർ. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്, അതൊന്ന് അൺമ്യൂട്ട് ചെയ്യോ സാർ? അവിടെ എന്തോ പ്രോബ്ലം പറ്റിയതാ, കേൾക്കുന്നുമില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ട് Clear സർ, അല്ലേ? ഉണ്ട്. ഓക്കെ. ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. കാണാം. ഓക്കെ. അപ്പൊ അതില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഒബ്സഷൻസ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പൽഷൻസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെറുതെ അതിന്റെ ടൈറ്റിൽസ് മാത്രം എന്താണെന്നുള്ളത് പറയാം. അഗ്രസീവ് ഒബ്സഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ വയലന്റ് ആയിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒബ്സഷൻസ് ആണ് അഗ്രസീവ് ഒബ്സഷൻസ് എന്ന് പറയാം. അതിലുണ്ടാവുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മളെ എന്തെങ്കിലും എന്താണ് ഹാം ചെയ്താലോ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളെ ഏതെങ്കിലും രീതിയിൽ ഹാം ചെയ്തു പോവോ, നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന ആളുകളുടെ ഇടയിൽ വഷളാവുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോവോ എന്നൊക്കെയുള്ള സാധനങ്ങളാണ് അഗ്രസീവ് ഒബ്സഷനിൽ വരിക. അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആർക്കെങ്കിലും ആളുടെ ഇടയിലേക്ക് ആരെങ്കിലും ആളുകളുടെ മേത്തേക്ക് ഞാൻ വണ്ടി കയറ്റും, അല്ലെങ്കിൽ ഞാൻ പോയ സമയത്ത് ആർക്കോ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള തോന്നൽ വരിക, ഞാൻ ആർക്ക് എന്തോ സാധനങ്ങൾ മോഷ്ടിക്കും എന്ന് തോന്നുക, അല്ലെങ്കിൽ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് തോന്നുക, അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ അടിക്കണം തോന്നുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ അടിച്ചു പോകും എന്ന് തോന്നുക, അതുപോലെ തന്നെ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള എന്താണ് തീ പിടിക്കുന്നതോ അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതോ ആയിട്ടുള്ള ഇമേജസ് ഇങ്ങനെ നമ്മുടെ തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അഗ്രസീവ് ഒബ്സഷനിൽ ഉണ്ടാവുക. സർ, കുറച്ചും കൂടി വയലന്റ് ആയിട്ടുള്ള നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. ഒരു മദർ എന്താണ്? കുട്ടിയെ ഒരു അമ്മ കുഞ്ഞിനെ കൊല്ലുകയും അടുത്ത പ്രാവശ്യം വീണ്ടും പ്രഗ്നന്റ് ആയപ്പോ ഇനി കുട്ടിയെ കൊല്ലുമെന്ന് പേടിച്ചിട്ട് സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്തത് ഈ അഗ്രസീവ് ഒബ്സഷൻ ഉള്ളത് കൊണ്ടായിരുന്നു. ഈ ഒബ്സഷൻ ഉണ്ടാവുന്ന സമയത്ത് സാധാരണഗതിയിൽ അവരത് ചെയ്യൂല. ഒബ്സഷൻ ഉള്ളത് കൊണ്ട് മാത്രം അവരെന്ത് ചെയ്യൂല, ആ സാധനം ചെയ്യൂല. അവർക്ക് ചെയ്യോ എന്നുള്ള പേടി മാത്രമായിരിക്കും ഉണ്ടാവുക. ആ കേസ് സംഭവിച്ചിട്ടുണ്ടാവുക ആൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആള് ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കുട്ടിനെ കൊന്നിട്ടുണ്ട്. രണ്ടാമതും ആൾക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ കൊല്ലും എന്നുള്ള ഒരു ടെൻഡൻസി വന്നപ്പോൾ, അല്ലെങ്കിൽ കൊന്നുപോയാലോ എന്നുള്ള പേടി വന്ന സമയത്തായിരിക്കും അത് എന്ത് ചെയ്തത്, സൂയിസൈഡ് ചെയ്തത്. അതെ. അപ്പൊ കൊല്ലുക എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഹാം ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി വേറും എന്ത് ചെയ്യൂല, അതിൽ സംഭവിക്കൂല. സംഭവിച്ചാലോ എന്നുള്ള ഒരു പേടിയാണ്, അല്ലെങ്കിൽ സംഭവിക്കും എന്നുള്ളൊരു തോന്നലാണ് അവർക്ക് കൂടുതലായിട്ടും. ഓക്കെ. അതെന്തും ആവാം. നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കോ എന്നുള്ള തോന്നലാവാം, ഉപദ്രവിച്ചു എന്നുള്ള തോന്നലാവാം. ഉപദ്രവിക്കോ എന്നുള്ള തോന്നലാണ് ആദ്യം വരിക. ഞാൻ ആരെങ്കിലും ഉപദ്രവിക്കോ എന്നുള്ള തോന്നൽ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ അടുത്തുകൂടെ അങ്ങനെ പോയപ്പോൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും എന്നുള്ള തോന്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ അതാണ് അഗ്രസീവ് ഒബ്സഷനിൽ വരിക. കണ്ടാമിനേഷൻ ഒബ്സഷൻ ആണ് സാധാരണഗതിയിൽ നമുക്ക് OCD എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു OCD. അതായത് ക്ലീൻലെസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് എന്തെങ്കിലും ചളിയാവുക, വൃത്തികേടുകളാവുക, അതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ വരിക, അതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ഒബ്സഷൻസ് ആണ് കണ്ടാമിനേഷൻ ഒബ്സഷനിൽ വരിക. ഇതിലൊന്ന് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് ബോഡിലി വേസ്റ്റ് അഥവാ യൂറിൻ, ഫീസസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, മൂത്രം, കാഷ്ടമൊക്കെ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് ക്ലീൻ ആയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു തോന്നല്. ഏതെങ്കിലും രീതിയിലുള്ള വേസ്റ്റോ പോലെയുള്ള സാധനങ്ങൾ മേത്തായിട്ടുണ്ടാവും എന്നുള്ളൊരു തോന്നല്. അതുപോലെ തന്നെ എന്താണ് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സോപ്പ് പോലെയുള്ള സാധനങ്ങൾ നമ്മളെ കയ്യിലായി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിൽ നമ്മളെ ബാധിക്കുമെന്ന് തോന്നുക. ആനിമൽസിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമെന്ന് തോന്നുക. ഇങ്ങനെയുള്ള രീതിയിൽ കണ്ടാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒബ്സഷൻസ് ആണ് അതിൽ വരുന്നത്. ദെൻ സെക്ഷൽ ഒബ്സഷൻസ് എന്ന് പറയുന്നത്, സെക്ഷൽ ഒബ്സഷൻസിൽ വരുന്ന സാധാരണഗതിയിൽ വരുന്നത് ഒന്നില്ലെങ്കിൽ ഫോർബിഡൻ ആയിട്ടുള്ള ഇൻസെസ്റ്റ് പോലെയുള്ള സാധനങ്ങളാണ് കൂടുതൽ വരിക. ഒന്നില്ലെങ്കിൽ ഇൻസെസ്റ്റ് ഉണ്ടാവും, അതായത് വളരെ ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളോട് എനിക്ക് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നു എന്നുള്ളൊരു പേടി. അതിൽ വന്നുള്ള ഒരു കേസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ബോയ് ആണ്. ആ ബോയ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ആ റൂമിലേക്ക് പെങ്ങൾ വന്നു കഴിഞ്ഞാൽ ദേഷ്യം പിടിച്ച് ചീത്ത പറഞ്ഞു പായിക്കും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ ആ പെങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര സങ്കടമാണ്, ഏട്ടനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏട്ടൻ എന്ത് ചെയ്യുന്നില്ല, അടുപ്പിക്കുന്നില്ല. ഇയാളെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിനോട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സെക്ഷൽ ഒബ്സഷൻ വന്നാലോ അല്ലെങ്കിൽ വരുന്നുണ്ട് എന്നുള്ളൊരു പേടിയായിരുന്നു.
ഓക്കെ, അപ്പൊ വരും എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആക്ട് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളൊരു സാധനമാണ് സെക്ഷൽ ഒബ്സഷൻ എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ പിഡോഫീലിയയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കുട്ടികളോട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുള്ള പേടി, ഇതൊക്കെ പേടിയാണ് കേട്ടോ, തോന്നുക എന്നുള്ളതല്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. സെക്ഷൽ ഒബ്സഷൻ എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ തോന്നും എന്നുള്ള പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ള പേടിയാണ്. അവർക്കത് വന്നിട്ട് അതിനെ എനിക്ക് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, വരുമോ എന്നുള്ള പേടിയാണ്. അവർക്ക് ശരിക്കും അങ്ങനത്തെ ഫീലിങ്സ് ഇല്ല, പക്ഷെ അത് വന്നാലോ അല്ലെങ്കിൽ വരുമോ എന്നുള്ള പേടിയാണ്. ഓക്കെ, ഹോമോസെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒബ്സഷൻ. ഞാൻ ഹോമോസെക്ഷൽ ആണോ, എനിക്ക് ആണുങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നുണ്ടോ, ആണുങ്ങളെ കാണുന്ന സമയത്ത് ഞാൻ എറോസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ള തോന്നലാണ്. ഓക്കെ, പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരാറുള്ളത് സാധാരണഗതിയിൽ റിലീജിയനുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത്, രൂപങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവരോടുള്ള ഒരു സെക്ഷൽ അട്രാക്ഷൻ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് തോന്നുക, അല്ലെങ്കിൽ ദൈവങ്ങളോട് അങ്ങനത്തെ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്ന് തോന്നുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് സെക്ഷൽ ഒബ്സഷനിൽ വരാറുള്ളത്. ദെൻ ഹോൾ സേവിങ് ഒബ്സഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് എടുത്തു വെക്കണം എന്ന് തോന്നുക. അത് എന്തെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലക്കൊക്കെ നമ്മളെ ഹോബിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുത്തു വെക്കും. എന്തൊക്കെ, നമ്മൾ ചിലപ്പോൾ കോയിൻസ് എടുത്തു വെക്കും, ബോട്ടിൽസ് എടുത്തു വെക്കും, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കും, നമ്മളെ ഹോബിന്റെ ഭാഗമായിട്ട്. അതല്ലാതെ ഇത് എടുത്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ സംഭവിക്കും എന്ന് തോന്നുക. അതായത് ഈ ബോട്ടിൽസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഉപയോഗിക്കാൻ കിട്ടൂല എന്ന് തോന്നുക, അല്ലെങ്കിൽ വേസ്റ്റ് ഒന്നും കളയാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനം അതിൽ നിന്ന് മിസ്സായി പോയാലോ എന്ന് വിചാരിച്ചിട്ട്, കടയിൽ നിന്ന് പോയി വന്ന സമയത്തുള്ള കവറായിരിക്കും, ആ കവർ കളയാൻ പേടിയായിരിക്കും, ആ കവറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് പേടിച്ചിട്ട്, അത് നോക്കിക്കഴിഞ്ഞാൽ അതില്ല എന്നുള്ളതൊക്കെ അറിയാം, എന്നാലും കളയും. ആ രീതിയിലുള്ള ഒരു ഹോർഡിങ്ങും സേവിങ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. റിലീജിയസ് ഒബ്സഷനുമായി ബന്ധപ്പെട്ട് ദൈവത്തിനെ നിന്ദിക്കുക, മതത്തിനെ നിന്ദിക്കുക, അതുകൊണ്ട് ഞാൻ മതത്തിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് തോന്നുക എന്നുള്ളൊരു സാധനം. നീഡ് ഫോർ സിമെട്രി ആൻഡ് എക്സാക്ട്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം കൃത്യമായിട്ടും വ്യക്തമായിട്ടും നടക്കണം, അത് ഇങ്ങനെ രീതിയിൽ നടന്നാലേ അത് ശരിയാവുള്ളൂ എന്ന് തോന്നുക, ആ ഒരു സാധനമാണ് എക്സാക്ട്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒബ്സഷൻ ഒക്കെ എന്തുകൂടെ അസോസിയേറ്റ് ചെയ്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാജിക്കൽ തിങ്കിങ് കൂടി ചിലപ്പോൾ അതിന്റെ കൂടെ ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇതേപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. ഞാൻ ചിലപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ ഞാൻ ഇടുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് അത് ശരിയായിട്ടില്ല, ഒന്നും കൂടി ചെയ്യണം. അതാണ് സിമെട്രി അല്ലെങ്കിൽ എക്സാക്ട്നെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തോ ഒരു ശരികേടി വന്നിട്ടുണ്ട്, അതൊന്നും കൂടി ഇടണം. അങ്ങനെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ മനസ്സിൽ വിചാരിച്ചാൽ അയാൾക്ക് അസുഖം വരും, അല്ലെങ്കിൽ അയാൾക്ക് അപകടം പറ്റും എന്നുള്ള രീതിയിലുള്ള, അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള മാജിക്കൽ തിങ്കിങ്, ഒരു ആക്സിഡന്റ് പറ്റാം, അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോവാം എന്നുള്ള രീതിയിലുള്ള തോട്ടുകളൊക്കെ ഇതിനോടനുബന്ധിച്ചും വരാട്ടോ. ഇപ്പൊ കൈ കഴുകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 5 വട്ടമൊക്കെ കൈ കഴുകുന്നുണ്ടാവും. ആ കൈ കഴുകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടായിരിക്കില്ല. 5 വട്ടം കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്റെ മനസ്സിൽ ആരാണോ വന്നത് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും എന്ന് പേടിച്ചിട്ടാവാം. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ എന്തിലാണ് വരുന്നത്, കുറെയൊക്കെ മാജിക്കൽ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെയാണ് ഒബ്സഷൻസ് ഉള്ളത്. ഇത് പറഞ്ഞതിന്റെ കാരണം, ഒന്ന് ഓടിച്ചു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒബ്സഷൻസ് ആളുകൾക്ക് വരാം എന്നുള്ളതാണ്. സൊമാറ്റിക് ഒബ്സഷൻസ് എന്ന് പറയുന്നത് എന്താണ്, അസുഖവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇത് എന്തെങ്കിലും അസുഖമാണോ, എനിക്ക് അസുഖം വന്നാലോ എന്നുള്ള രീതിയിലുള്ള ഒരു പേടി ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സൊമാറ്റിക് എന്നുള്ളതുകൊണ്ട് ബോഡിലി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ബോഡിയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒബ്സഷൻസ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എന്തും കൂടി വരുന്ന വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്പിയറൻസ്, നമ്മളുടെ മുഖത്തിന്റെ ഏതോ ഒരു ഭാഗത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതിന്റെ മൂക്ക് കുറെ നീണ്ടിട്ടാണ്, അത് ഭയങ്കര വൃത്തികേടാണ് എന്ന് ഭയങ്കരമായിട്ട് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുക. എന്നിട്ട് കണ്ണാടിയിലേക്ക് ഇങ്ങനെ ഒരുപാട് സമയം നോക്കിക്കൊണ്ടിരിക്കുക, എന്നിട്ടത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ അമർത്തി നോക്കുക, അല്ലെങ്കിൽ ഒന്നിങ്ങനെ പുഷ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് മാനക്കേടാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, മാസ്ക് ഇട്ട് നടക്കുക. അതൊക്കെയാണ് അതിന്റെ കമ്പൽഷൻ ആയിട്ട് വരിക. അപ്പൊ ഈ രീതിയിൽ എന്റെ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുക എന്നുള്ളതാണ് ഈ സൊമാറ്റിക് ഒബ്സഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഒബ്സഷൻസ് ഒക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പൽഷൻസ് ആയിരിക്കും ഇപ്പുറത്തുണ്ടാവുക. ക്ലീനിങ് ആൻഡ് വാഷിംഗ് കമ്പൽഷൻ, ചെക്കിംഗ് കമ്പൽഷൻ, റിപ്പീറ്റിംഗ് റിച്വൽസ്, കൗണ്ടിങ് കമ്പൽഷൻ, ഓർഡറിംഗ് ആൻഡ് അറേഞ്ചിങ് കമ്പൽഷൻ, ഈ പറയുന്ന സാധനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പൽഷനുമായി. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കണ്ടാമിനേഷൻ ഒബ്സഷൻസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എന്ത് വരിക, ഈ വാഷിംഗ് ആൻഡ് ക്ലീനിങ് കമ്പൽഷൻ എന്ന് പറയുന്ന ഒരു സാധനം വരിക. അത് പറയാനാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത്. എന്ത്, ചിലപ്പോൾ 5 വട്ടം കഴുകുന്നത് എന്തുമായി ബന്ധപ്പെട്ടായിരിക്കില്ല, കണ്ടാമിനേഷൻ എന്റെ കയ്യിൽ എന്തോ ആയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടൊന്നും ആയിക്കോളം നിർബന്ധമൊന്നുമില്ല. അയാൾ വിചാരിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ 5 വട്ടം കഴുകിയിട്ടില്ലെങ്കിൽ എന്റെ മനസ്സിൽ വിചാരിക്കുന്ന ആള് ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോകും എന്നായിരിക്കും അയാൾ വിചാരിക്കുന്നത്.
ഓക്കെ, ചെക്കിംഗ് കമ്പൽഷൻ എന്ന് പറയുന്നത് മിക്കവാറും എന്താണ്, ഈ അഗ്രസീവ് ഒബ്സഷനുമായി ബന്ധപ്പെട്ടാണ് ചെക്കിംഗ് കമ്പൽഷൻ സാധാരണഗതിയിൽ വരാറുള്ളത്. അതായത് ചിലപ്പോൾ കള്ളം വരും, അല്ലെങ്കിൽ ഞാനത് കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന സാധനങ്ങൾക്കൊക്കെ ഞാൻ റെസ്പോൺസിബിൾ ആവും. ഞാൻ എപ്പോഴും സ്റ്റൗ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും പൊട്ടിത്തെറിച്ചാലോ എന്ന് പേടിക്കുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കമ്പൽഷനിൽ വരാറുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് വായിക്കണം. അത് താല്പര്യ ഉള്ള ആളുകൾക്കൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, വൈബോക്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ, നെറ്റിൽ അടിച്ചാൽ തന്നെ നമുക്കത് കിട്ടും. വൈബോക്സ് കാണുന്നുണ്ടല്ലോ അതിന്റെ സ്പെല്ലിംഗ്, വൈബോക്സ് സിംറ്റം ചെക്ക് ലിസ്റ്റ് എന്നടിച്ചാൽ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സാധനം. സാർ, ഈ ഒബ്സഷൻസ് ഏതിന്റെ കൂടെ വേണമെങ്കിലും മാജിക്കൽ തിങ്കിങ് വരാമല്ലോ. ഒബ്സഷൻ ഏതിന്റെ കൂടെ വേണമെങ്കിലും മാജിക്കൽ തിങ്കിങ് അക്കമ്പനി ചെയ്യാമല്ലോ, അതോ ഈ സിമെട്രിക്കൽ അതിന്റെ കൂടെ മാത്രമാണ്? നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല, ഇപ്പൊ സിമെട്രിക്കൽ അല്ല, പലപ്പോഴും പലതിന്റെ ഇപ്പൊ സിമെട്രി ഇതിൽ കൊടുത്തിട്ടുള്ളത് സിമെട്രി സാധാരണഗതിയിൽ അത് കൂടുതലും കാണപ്പെടുന്ന ഈ സിമെട്രി എക്സാക്ട്നെസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലാണ്. ഈ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് സമയം വാഷ് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൈ ക്ലീൻ ആയിട്ടില്ല എന്നുള്ളതല്ല, 5 വട്ടം, അതാണ് അവരുടെ സിമെട്രി. 5 വട്ടം ചെയ്യണം എന്ന് പറയുന്നതാണ്. അപ്പൊ സാധാരണഗതിയിൽ അത് കാണാറുള്ളത് സിമെട്രിയിലും എക്സാക്ട്നെസിന്റെയും കൂടെയാണ്. ഓക്കെ, കമ്പൽഷൻ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കമ്പൽഷൻ എന്നൊക്കെ തോന്നുമെന്നെങ്കിലും അതിന്റെ ഒബ്സഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സാധനം ആയിക്കോളണം എന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മാജിക്കൽ തിങ്കിങ് എന്തിന്റെ കൂടെ വേണമെങ്കിലും അസോസിയേറ്റഡ് ആവാം. അത് മാജിക്കൽ തിങ്കിങ് ഏത് ഒബ്സഷന്റെ കൂടെ വേണമെങ്കിലും അസോസിയേറ്റഡ് ആവാം. അല്ല, ഞാൻ പറഞ്ഞത് സിമെട്രിയിലെയും എക്സാക്ട്നെസിന്റെയും കൂടെയാണ് അത് സാധാരണഗതിയിൽ കാണുന്നത്. അല്ലാതെയും കാണാൻ ചാൻസസ് ഉണ്ട്. അതല്ലാതെ ഈ സെക്ഷൽ സാധനങ്ങളുടെ ഞാൻ കണ്ടതിൽ വെച്ച് എന്റെ ഓർമ്മയിൽ ഇത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ സെക്ഷലിന്റെ കൂടെയോ അല്ലെങ്കിൽ കണ്ടാമിനേഷന്റെ കൂടെയോ ഒന്നും അത് വന്നിട്ടില്ല. സിമെട്രിയിലും എക്സാക്ട്നെസ്സിലാണ് അത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഈ OCD ഉത്ഭവം അതെങ്ങനെയാ? അപ്പൊ വൈബോക്സ് എന്ന് പറയുന്നത്, ഹലോ സർ, വൈബോക്സ് സിംറ്റം ലിസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ കിട്ടുമോ? ഇത് ഈ കിട്ടുമോ സർ? അത് കിട്ടും. വൈബോക്സ് എന്ന് അടിച്ചാൽ തന്നെ കിട്ടും. ഈ സ്പെല്ലിംഗ് നോക്കിയാൽ മതി. ചെക്ക് ലിസ്റ്റ് ആയിട്ട് കിട്ടൂല? ചെക്ക് ലിസ്റ്റ് ആയിട്ട് ഇതേ സാധനം എന്താണ് വേർഡ് ഫയൽ കിട്ടും. സാജിദ് അലി എന്തോ ചോദിക്കുന്നുണ്ട്, എനിക്ക് കേൾക്കാം. ഇത് OCD ഫോം ചെയ്യുന്നതിന്റെ ജനസിസിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? എന്താണ് OCD ഫോം ചെയ്യുന്ന എങ്ങനെയാണ്, ഒരാൾക്ക് ഇത് ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്, അതിനെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ. എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാ? അതെ, യെസ് സർ. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൈക്കിള് പറയുന്ന സമയത്ത്, OCDന്റെ സൈക്കിള് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് പ്രസന്റ് ചെയ്യുന്നത് അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതെങ്ങനെ ഒരു വ്യക്തിയിൽ അത് ഉണ്ടായി വരുന്നത് ചൈൽഡ്ഹുഡിൽ നിന്നാണോ അതോ അഡൽട്ട് എന്ന നിലയ്ക്ക് അഡൽട്ടിന് പെട്ടെന്ന് അത് ഉണ്ടായി വരുമോ? അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എനിക്ക് തോന്നണതേ, അത് കൃത്യമായിട്ട് അത് എങ്ങനെയാണ് ഈ സാധനം കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല എക്സ്പ്ലനേഷനും അതിന് കൊടുക്കുന്നുണ്ട്. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അതിൽ കാരണമായിട്ട് വരാറുണ്ട്. എന്നാൽ എല്ലാ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഉള്ള എല്ലാ ആളുകൾക്കും അത് വരാറില്ല. ചില സാധനങ്ങളോട് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്കൊരു ആങ്സൈറ്റി നമുക്ക് എപ്പോഴും നമ്മൾ വൾണറബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. എല്ലാവർക്കും എല്ലാ സാധനത്തിനോടും പേടിയില്ല. ചില ആളുകൾക്ക് ചില സാധനത്തിനോട് മാത്രമാണ് പേടിയുള്ളത്. അത് മേ ബി നമ്മുടെ എക്സ്പീരിയൻസ് നിന്ന് ഉണ്ടാവുന്നതായിരിക്കാം. ഏതെങ്കിലും നമ്മുടെ ലൈഫിന്റെ ലേറ്റർ എന്നാണ് ഘട്ടത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ലൈഫിന്റെ ഒരു ഘട്ടത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതുമായിരിക്കാം. ജനറ്റിക് ആയിട്ടൊക്കെ ഈ ജനറ്റിക് ആയിട്ട് ഹെറിഡിറ്ററി ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അതിനുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഇന്ന സാധനം കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ എന്താണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു
സർ ഭയങ്കര ഈ സ്ട്രിക്റ്റ് കോവിഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ പോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് OCD ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയാറുണ്ട്. വീട്ടിൽ ആർക്കെങ്കിലും OCD ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഒരു OCD പ്രോക്സി എന്ന് പറയുന്ന ഒരു സാധനം വരാറുണ്ട്. അത് കണ്ടിട്ട് ഇതേപോലെ OCD ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഏതെങ്കിലും ഒരു സാധനത്തിനോട് നമ്മൾ ഭയങ്കര വെറീഡ് ആവുന്ന ഏതെങ്കിലും ഒരു സംഗതിനോട് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയാ കുറച്ച് ഒരു എക്സ്ട്രാ ശ്രദ്ധ നമുക്ക് കൊടുക്കണം എന്ന് തോന്നും. കുറച്ച് നമ്മൾ അതിലേക്ക് കുറച്ചും കൂടിയും ഒരു വെറി ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യും. അത് ഒരു പക്ഷേ എന്തുകൊണ്ടായിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും കഥകൾ കേട്ടത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ തലയിലേക്ക് അതങ്ങനെ ഹിറ്റ് ചെയ്തു, ആ സമയത്ത് നമ്മൾ ആ ഒരു ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്തു എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ പല രീതിയിലും ആ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാറുണ്ട് ബേസിക്കലി. എന്തുകൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും കോവിഡിന് ശേഷം കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ടല്ലേ ഈ കണ്ടാമിനേഷൻ ഒബ്സഷൻ. ഈ കോവിഡിന്റെ കാലത്തിന് ശേഷം കുറെ ആൾക്കാർ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഘടകം ഞാൻ പറഞ്ഞത്. ആ ഒരു സാധനം ഡെവലപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ എവിടെയെങ്കിലും തൊടുമ്പോൾ മറ്റുള്ള ആളുകളുടെ എന്തെങ്കിലും ബോഡിയിൽ സാധനങ്ങൾ, ഇപ്പോൾ സലൈവ പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ കയ്യിലായാൽ നമുക്ക് അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ തന്നെയായിരുന്നു കൊറോണ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി എന്താണ് കോഷ്യസ് ആവും. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു അങ്ങനെ വന്നോ അങ്ങനെ വരും എന്നുള്ളൊരു പേടിയൊന്നും ചിലപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ പല ആളുകൾക്കും എന്താണ് ഉണ്ടാവുന്ന വെറി എന്ന് പറയുന്നത് പല രീതിയിലായി. ഓക്കെ, നമ്മൾ എന്തിനോടാണ് വൾണറബിൾ ആയിട്ട് നിൽക്കുന്നത്? കേക്കാവോ? പറഞ്ഞു. ഇപ്പം ഒരു ബോയ്ക്ക് ആ ബോയ് ആ ഗേളിനോട് സംസാരിക്കുന്ന സമയത്ത് അവരെ വേറെ രീതിയിൽ കാണുമോ, അല്ലെങ്കിൽ വേറൊരു ബോഡി പാർട്ടിലേക്ക് ഫോക്കസ് പോവോന്നൊക്കെ പേടിച്ച് ഫേസ് ചെയ്യാൻ മടി, അല്ലെങ്കിൽ താഴെ നോക്കി സംസാരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവോ? സെക്ഷൽ ഒബ്സഷനിലാണ് സാധാരണ ഇതിൽ വരാറുള്ളത്. അതെ. സാജിദ് അലി ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞോ? യെസ് സർ, ഞാൻ വേറെ കാര്യങ്ങൾ ചോദിക്കാണ്. ക്ലിയർ ആണ് സർ. ഇതിൽ ഇനി ജനറ്റിക് ഡിസ്പൊസിഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസ്പൊസിഷൻ ഉണ്ടാവാറുണ്ടോ അങ്ങനെ, അല്ലെങ്കിൽ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രം വരുന്നതാണോ? നമ്മുടെ ഡൗട്ട് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. ജനറ്റിക് ഡിസ്പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഹെറിറ്റന്റ് ആയിട്ടും ഈ സാധനം വരും. ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ പൊതുവെ ഇൻഹെറിറ്റന്റ് ആയിട്ട് വരാൻ സാധ്യത കൂടുതലുള്ള ഒരു സാധനം. രണ്ട് രീതിയിലും അത് വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് OCDന്റെ കാര്യത്തിൽ ഓൾറെഡി എന്തുണ്ടാവും, ഒരു ജനറ്റിക് ഡിസ്പൊസിഷൻ അവിടെ ഉണ്ടാവും എന്നുള്ളത് മാത്രമല്ല, ആ കുട്ടി വളരുന്ന സമയത്ത് കാണുന്നത് മൊത്തം എന്തായിരിക്കും, ഈ OCD ഉള്ള ആളെ കണ്ടിട്ടായിരിക്കും അയാൾക്ക് വളരുന്നത്. ആ വളരുന്ന സമയത്ത് ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം ഒരു പക്ഷേ OCD ആയിട്ട് തന്നെ അയാൾക്ക് ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ OCPD ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതും അല്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഈ OCD ഉള്ള പാരന്റ് എന്ത് ചെയ്യും, ഈ OCD ഒന്നും ഇല്ലാത്ത വളരെ നോർമൽ ആയിട്ടുള്ള കുട്ടിനെ കൊണ്ട് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യും. അതിനെയാണ് നമ്മൾ പ്രോക്സി എന്ന് പറയുക. അങ്ങനെ ചെയ്യിച്ചിട്ട് അത് പിന്നീട് ഇവർക്ക് ഒരു ഒബ്സഷനും ആയിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യും. ഒബ്സഷനും കമ്പൽഷനും ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇൻഹെറിറ്റഡ് ആയിട്ട് ഈ സാധനം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. സർ, ഈ OCD ആൻഡ് OCPD ഡിഫറൻസ് എന്താ? ഒരു അമൽജിത്ത് എന്ന് പറയുന്ന ഒരാൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കാനാണോ? സർ, ഈ OCD ആൻഡ് OCPD ഡിഫറൻസ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, OCDനെ സംബന്ധിച്ചിടത്തോളം അതൊരു ന്യൂറോട്ടിക് ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ പറയുക. ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിന്റെ പ്രത്യേകത അവർക്ക് മിക്കവാറും അറിയാമെന്ത് ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. എന്നാലും പലപ്പോഴും എന്ത് സംഭവിക്കും, അവർക്ക് അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ട്, ആങ്സൈറ്റി കൊണ്ട് അവരത് ചെയ്തു പോകുന്നതാണ്. ആ ചെയ്തു പോകുന്നതിന് അവർ എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവർക്ക് ഭയങ്കര ഡിസ്ട്രെസ് ആണ് അതുകൊണ്ട് ഉണ്ടാവുക. എന്നാൽ OCPD ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് അവരുടെ പേഴ്സണാലിറ്റിന്റെ ഭാഗമാണ്. ആ പേഴ്സണാലിറ്റിന്റെ ഭാഗമാവുന്ന സമയത്ത് ഈ ഭയങ്കര റിക്കറന്റ് ആയിട്ടുള്ള കമ്പൽഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതിന് പകരം അവർ ഓരോ സിറ്റുവേഷനിലും അത് ഭയങ്കര കൃത്യനിഷ്ഠയോടെയും വളരെ എന്താ പറയാ എക്സാക്ട്നെസ് പറയുന്ന സാധനം, സിമെട്രി എന്ന് പറയുന്ന സാധനം അത് അതേപോലെ കീപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഷൂ എടുത്ത് വെക്കുന്നത് രണ്ടും ഒരേപോലെ തന്നെ വെക്കണം, അതാണ് അതിന്റെ ശരി.
അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ എന്ത് എന്നുള്ള സാധനങ്ങളൊന്നുമില്ല. അത് അങ്ങനെയാണ് വെക്കേണ്ടത്, അത് അതിന്റെ ശരിയായിട്ടുള്ള രീതി എന്നുള്ളതാണ് അവരുടെ വാദം. അതിന്റെ അപ്പുറത്തേക്കോ പുറത്തേക്കോ ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള രീതിയാണ്. അപ്പൊ ഒന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും, അതുകൊണ്ട് അവർ നേരെ എടുത്തു. ഓക്കെ, മറ്റാളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയായിട്ടുള്ള രീതി ആയിട്ട് എന്ന് നിർബന്ധമൊന്നുമില്ല. അതങ്ങനെ മാറിയ സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അത് നേരെയാക്കണം എന്നുള്ളൊരു ചിന്ത. അത് നേരെയാക്കാതെ അവർക്ക് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പോകാൻ കഴിയില്ല, തിരിച്ചു വന്നിട്ട് അവർ ആക്കേണ്ടി വരും. അത് നേരെയാക്കിയാൽ മാത്രം മതിയാവില്ല. അങ്ങനെ നേരെ ആക്കിയ സമയത്ത് അതിൽ പിന്നെ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് തോന്നി അത് പിന്നെയും വെക്കേണ്ടി വരും. അപ്പോൾ ഈ കമ്പൽഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരും OCD ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അത് അവർക്ക് ഭയങ്കര ഡിസ്ട്രസിങ് ആയിരിക്കും. OCPD ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, അതാണ് അതിന്റെ ശരി. അവിടെ കമ്പൽഷൻ എന്ന് പറയുന്ന സാധനം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സാധനം ആയിരിക്കില്ല. ഓരോ സിറ്റുവേഷനിലും അവർ അതേപോലെ കൃത്യമായിട്ട് ചെയ്തു പോവുകയായിരിക്കും ചെയ്യുന്നത്. സാർ അപ്പോ OCD വിത്തൗട്ട് ഇൻസൈറ്റ് ഇല്ലേ? എനിക്ക് ICD 11 എന്തോ വിത്തൗട്ട് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ പുതിയതായിട്ട് കേൾക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് OCD വിത്തൗട്ട് ഇൻസൈറ്റ് ഉണ്ടോ, വരുമോ? വിത്തൗട്ട് ഇൻസൈറ്റ്, OCD വിത്തൗട്ട് ഇൻസൈറ്റ്. OCD വിത്തൗട്ട് ഇൻസൈറ്റ് ഉണ്ട്. പക്ഷേ അവിടെ ഉള്ളൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുന്ന സമയത്ത് അത് അൺഷേക്കബിൾ ആയിരിക്കും. അവരോട് നമുക്ക് അത് അങ്ങനെയല്ല, ഇത് ഒബ്സഷന്റെ ഭാഗമാണ് എന്നൊന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കും. പക്ഷേ ഈ വിത്തൗട്ട് ഇൻസൈറ്റ് ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഭയങ്കര പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സിവിയർ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഷെയ്ക്ക് ചെയ്യാം. അത് ഡിസ്ട്രസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു തരത്തിലൊക്കെ നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പറഞ്ഞാൽ അവർക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഒരു കണ്ടംപ്ലേഷൻ സ്റ്റേറ്റിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും. അല്ല സർ, ഈ OCD ഉള്ള ആളുകളുടെ ശരിക്കും അച്ചീവ്മെന്റ്സ് കുറവാണോ നോർമൽ ആളുകളെക്കാളും? അത് അവര് ആ ഒരു പേഴ്സണാലിറ്റിനെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ല OCPD. അപ്പോൾ അവര് നോർമൽ ലൈഫിൽ അത് അച്ചീവ് ചെയ്യേണ്ട, ഒരു അക്കാദമിക്കിലാണെങ്കിലും അതേപോലെ വർക്ക് പ്ലേസിലാണെങ്കിലും ഒരു അച്ചീവ്മെന്റ്സ് കുറവായിരിക്കും എല്ലാവരിലും. OCD ഉള്ള അച്ചീവ്മെന്റ്സ് കുറവായിരിക്കില്ല, കുറെയൊക്കെ കാര്യങ്ങൾ. അല്ല, OCPD ഉള്ള ആളുകൾക്കാണോ OCD ഉള്ള ആളുകൾക്കാണോ? OCD ഉള്ളവർ. PD ഉള്ള ആളുകൾക്ക് അച്ചീവ്മെന്റ്സ് കുറവല്ല സാധാരണഗതിയിൽ കാണാറുള്ളത്. അവരെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറെയൊക്കെ എനിക്ക് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ കണ്ട 2-3 കേസുകൾ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ അത്യാവശ്യം നല്ല പൊസിഷനിലൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. കാരണം അവർ കാര്യങ്ങൾ കൃത്യമായിട്ടും വെടിപ്പായിട്ടും കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ OCD ഉള്ള ആളുകൾ നിശ്ചയിടത്തോളം എന്ത് ചെയ്യും, ഇത് അവരുടെ വർക്ക് ലൈഫിനെ ഒക്കെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കരിയറിലേക്ക് കുറെ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകളാണ് OCD-യിലുള്ള ആളുകൾ ഉണ്ടാവാറുള്ളത്. OCPD ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം കൂടുതൽ വരെ സോഷ്യൽ ലൈഫിലൊക്കെ ആയിരിക്കും. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്യാത്ത ആളുകളെ കൂടെ ഒന്നിച്ചു പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. സാർ അതുപോലെ നമുക്ക് ഒരു ഇതിന്റെ ഒരു തെറാപ്യൂട്ടിക് സാധനങ്ങളും കൂടി കുറച്ച് പറഞ്ഞിട്ട് ബാക്കി ഡിസ്കഷൻ ആയാലോ? 2-3 കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അത് തീരൂല എന്നുള്ളതുകൊണ്ടാണ്. അതിന്റെ തെറാപ്പി എങ്ങനെയാണെന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. CBT-യിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് 2 രീതിയിലാണ് നമ്മൾ അതിനെ നോക്കുക. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒബ്സഷൻ ഒന്നുണ്ട്, രണ്ടാമത്തെ നിന്നുണ്ട് ആങ്സൈറ്റി വരുന്നുണ്ട്, മൂന്നാമത്തെ ഭാഗം കമ്പൽഷൻ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സൈക്കിളൊക്കെ നമ്മൾ പറഞ്ഞു, ഒബ്സഷൻ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, ആങ്സൈറ്റി എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, അതുപോലെ തന്നെ കമ്പൽഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞു. ഈ കമ്പൽഷൻ എങ്ങനെയാണ് വീണ്ടും വീണ്ടും ഇവരുടെ ഒബ്സഷൻ കൂട്ടുന്നത് എന്നുള്ളതും ആങ്സൈറ്റി കൂട്ടുന്നത് എന്നുള്ളതും ഈ സാധനമാണ് ശരിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ നിർബന്ധമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞു കൊടുത്തിരിക്കണം തെറാപ്പിയിൽ. ഓക്കെ, എന്നിട്ട് CBT-യിൽ വർക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ ഈ ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു സാധനം എത്രത്തോളം നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, ആ ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഏതൊക്കെ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്സഷൻ എന്ന് പറയുന്നത് എത്രത്തോളം റെലവെന്റ് ആണ്.
ആ സാധനത്തിനനുസരിച്ച് നമ്മൾ എന്താണ് നമ്മളൊരു കമ്പൽസീവ് ആക്ഷനിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ടോ എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒബ്സഷന്റെ ഒരു പ്രത്യേക കേൾക്കുന്നുണ്ടോ? ഹലോ, യെസ് സർ. ഓക്കെ. അപ്പോൾ ഓബ്സഷന്റെ ഒരു റെലവൻസ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ഒബ്സഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് എക്സാമ്പിൾസ് സഹിതം പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ആദ്യം. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഒബ്സഷൻ കമ്പൽഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ, ഈ കമ്പൽഷനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന പരിപാടികൾ എന്ന് പറയുന്നത് SRPT ആണ് നമ്മൾ ചെയ്യുക. നമ്മൾ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ OCDന്റെ ഒരു ബിഹേവിയറൽ ഒരു സൈഡിൽ എങ്ങനെയാണ് നമ്മൾ ഇന്റർവെൻഷൻ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ SRPT, എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പിയാണ്. സോറി, ERPT, എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പിയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഒരു സാധനമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു സിറ്റുവേഷൻ ആണോ അവർക്ക് ഈ ഒബ്സഷൻ ഉണ്ടാക്കുന്നത്, ആ ഒബ്സഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ എക്സ്പോഷർ കൊടുക്കും. ആ എക്സ്പോഷർ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ടാവും. ആങ്സൈറ്റി ഭയങ്കരമായിട്ട് പ്രൊവോക്ട് ആവും. ഈ ആങ്സൈറ്റി ഉണ്ടാവുന്ന സമയത്ത് ഈ ആങ്സൈറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ കമ്പൽസീവ് ആക്ട് ചെയ്യുന്നത്. ഈ കമ്പൽസീവ് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സമ്മതിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ കമ്പൽഷൻ എന്ന് പറയുന്ന സാധനത്തിനെ, ഈ റെസ്പോൺസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ബ്ലോക്ക് ചെയ്യും, റെസ്പോൺസിനെ പ്രിവെന്റ് ചെയ്യും. ആ പ്രിവെന്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആങ്സൈറ്റി ഭയങ്കരമായിട്ട് കൂടും. അത് ശരിക്കും ഭയങ്കര അപകടമല്ലേ? നമ്മൾ ക്ലയൻസിനോട് ചെയ്യുന്ന ഒരു അനീതിയല്ലേ ഈ പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, അവരുടെ കൂട്ടുക എന്ന് പറയുന്നത് അല്ലേ? അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ആങ്സൈറ്റിന്റെ ഒക്കെ പ്രത്യേകത ചിലപ്പോൾ ഷൗക്കത്ത് സാറ് ക്ലാസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഈ ആങ്സൈറ്റിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ബയോളജിക്കൽ ബേസിസ് ആണ്. ആങ്സൈറ്റി എന്ന് പറയുന്നതിന് ബയോളജിക്കൽ ബേസിസ് ഉണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ റിലീസ് ചെയ്തിട്ടാണ് ആങ്സൈറ്റി ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ ആങ്സൈറ്റി കുറച്ച് സമയത്തിനുള്ളിൽ കുത്തനങ്ങോട്ട് കൂടും. ഒരു 5-7 മിനിറ്റിനുള്ളിൽ ഇത് ഭയങ്കരമായിട്ട് കൂടും. അത് കൂടിയിട്ട് അതിന്റെ പീക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം അതേപോലെ നിന്നിട്ട് അത് പിന്നെ താഴത്തോട്ട് ഇങ്ങനെ വരും. അതായത് ഈ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു സാധനം പ്രത്യേകിച്ച് ത്രെട്ട്, ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ത്രെട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ത്രെട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ റെഡ്യൂസ് ചെയ്ത് ഗ്രാജുവലി പതുക്കെ താഴത്തേക്ക് വരും. ഒരു ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കർവാണ് ഉണ്ടാവുക. നമ്മുടെ മെമ്മറി കർവ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ല, അതേപോലെ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് കൂടി അത് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരും. അതൊരു 20 മിനിറ്റ് കൊണ്ട് മാക്സിമം സബ്സൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ റെസ്പോൺസിനെ പ്രിവെന്റ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ആങ്സൈറ്റി പതുക്കെ അങ്ങോട്ട് ഇല്ലാതാവുന്നുണ്ട് എന്നുള്ളൊരു സാധനമാണ് നമ്മൾ അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ OCD സൈക്കിൾ അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്താണ്, നിങ്ങൾക്ക് ഒബ്സഷൻ അല്ല നിങ്ങളെ കമ്പൽഷൻ ഉണ്ടാക്കുന്നത്. ഒബ്സഷൻ ഉണ്ടാവുന്ന സമയത്ത് ഈ ആങ്സൈറ്റി ഉണ്ടാവുന്നുണ്ട്. ഈ ആങ്സൈറ്റി ആണ് നിങ്ങൾക്ക് ഈ കമ്പൽസീവ് ആക്ട് ഈ ആങ്സൈറ്റി ആണ് നിങ്ങളെ കൊണ്ട് ഈ കമ്പൽസീവ് ആക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ ആങ്സൈറ്റി കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഇങ്ങനെ കുത്തനെ പോകുന്നുണ്ട് എന്നുള്ള സാധനം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇനി അതങ്ങനെ ഒരുപാട് സമയം അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഈ ആങ്സൈറ്റിനെ പതുക്കെ അങ്ങോട്ട് ഇല്ലാതാക്കും. ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആങ്സൈറ്റി ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കൂടും, ഭയങ്കര കിതപ്പ് ഭയങ്കരമായിട്ട് കൂടും, തലക്ക് ഭയങ്കര പ്രഷർ വരുന്നത് പോലെ, വയറ് കാളുന്നത് പോലെ ഒക്കെ ഫീൽ ചെയ്യും. ഈ സാധനങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനു പറ്റും, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പറ്റും. അതിന് ഒരുപാട് ഫിസിയോളജിക്കൽ ബേസിസ് ഉണ്ട്, പറയാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ പറഞ്ഞു പോകണം. ഈ പറയുന്ന ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് കുറയുന്നതായിട്ടും അതുപോലെ തന്നെ ഒരു BP ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ടും അവരെ റെസ്പിറേഷൻ നോർമൽ ആവുന്നതായിട്ടും വയറിൻ്റെ ഉള്ളിലുള്ള കാളലും തലക്കുള്ള പെരുപ്പും ഒക്കെ കുറയുന്നതായിട്ടൊക്കെ തന്നെ അവർക്ക് ഫീൽ ചെയ്യും. എനിക്ക് ആങ്സൈറ്റി വരുന്നുണ്ട്, എനിക്ക് ടെൻഷൻ വരുന്നുണ്ട് എന്നുള്ളത് ആളുകൾ നോട്ടീസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഈ ഫിസിയോളജിക്കൽ റെസ്പോൺസ് വെച്ചിട്ടാണ്. ഈ സാധനത്തിനെ നമ്മൾ കോംപ്രഹെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നോർമൽ ആയാൽ ടെൻഷനും അതിന്റെ കൂടെ തന്നെ ഇല്ലാതെയാവും. അതോട് കൂടിയിട്ട് ഈ ഒബ്സഷൻ എന്ന് പറയുന്ന സാധനത്തിന്റെ സിവിയാരിറ്റി കുറയും. അത്രേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സാധനം ഒരു സെഷനിൽ നിന്ന് ഇവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ ഒറ്റ സെഷൻ കൊണ്ട് ഒരു സാധനം കുറയില്ല, ആങ്സൈറ്റി ഒറ്റയടിക്ക് ഇല്ലാതാവില്ല. ഇത് ഒരുപാട് സമയം എടുത്ത് കണ്ടീഷൻ ചെയ്ത് വന്നിട്ടുള്ള, റീഇൻഫോഴ്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ളത് കൊണ്ട് ഇതിനെ അൺകണ്ടീഷൻ ചെയ്യേണ്ടി വരും. നമ്മൾ അതിന് ഒരുപാട് പ്രാവശ്യം ഇതേപോലെയുള്ള എക്സ്പോഷർ കൊടുക്കുന്നു. അതിന്റെ ആങ്സൈറ്റി അവരോട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു റേറ്റിംഗ് അവർക്ക് കൊടുക്കും. ആദ്യം ഇത് എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്തുള്ള ആങ്സൈറ്റി എത്രയാണ്, അത് കഴിഞ്ഞ സമയത്തുള്ള ആങ്സൈറ്റി എത്രയാണ്,
അടുത്ത സിറ്റിങ്ങിൽ നമ്മളത് കൊടുക്കുന്ന സമയത്തുള്ള ആങ്സൈറ്റി എത്രയാണ്, അത് അത് കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള ആങ്സൈറ്റി എത്രയാണ് എന്നുള്ളത് നമ്മൾ അവരോട് റേറ്റ് ചെയ്യാൻ പറയും. ഒരു 3-4 പ്രാവശ്യമൊക്കെ നമ്മളിത് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് ആങ്സൈറ്റി ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട്. സബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്കോറിംഗ് ആണ്. 100-ൽ എത്ര ശതമാനം ഉണ്ട് ഇപ്പോൾ, 100-ൽ ഇപ്പം എത്ര ശതമാനം ഉണ്ട് എന്നുള്ള സാധനം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അവർ തന്നെ റേറ്റ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഈ സാധനം കുറയുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും, അതുവഴി തന്നെ കമ്പൽഷൻ നിർത്തിയാൽ തന്നെ നിങ്ങളുടെ ഈ ഒബ്സഷനും ആങ്സൈറ്റിയും ഒക്കെ കുറയും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു. ഇതിന്റെ ഇടയിൽ സംഭവിക്കുന്ന വേറൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒബ്സഷനും ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസ്ഫങ്ഷണൽ ബിലീഫ്സും കൂടി ഇതിന്റെ കൂടെ വന്നിട്ടുണ്ടാവും. OCD-യിൽ ഒരുപാട് ഡിസ്ഫങ്ഷണൽ ബിലീഫ്സ് ഉണ്ട്. അത് എല്ലാം കൂടി ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. ഒരു 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ ഒരു ഡിസ്ഫങ്ഷൻ ആണ് ആങ്സൈറ്റി പെർസിസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കും ഒരു ഡിസ്ഫങ്ഷണൽ ബിലീഫ്. അതായത് ഞാൻ ഈ കമ്പൽസീവ് ആക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആങ്സൈറ്റി കുറയൂല, ഇത് ചെയ്താലേ എൻ്റെ ആങ്സൈറ്റി പോകുള്ളൂ എന്ന് പറയുന്ന ഒരു തോട്ട് അവർക്കുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും, എന്തായാലും ഈ സാധനം ചെയ്യും. ഇങ്ങനത്തെ ഒരു ഡിസ്ഫങ്ഷണൽ ബിലീഫിനെ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന എക്സ്പെരിമെന്റ് ചെയ്യും. എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അവരോട് തന്നെ ചോദിക്കും, ഇപ്പൊ ഇത് കുറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് കുറയൂല എന്നുള്ളതാണ്, അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അവരോട് തന്നെ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, അതുപോലത്തെ വേറെ ഒരു ഡിസ്ഫങ്ഷണൽ ബിലീഫാണ് ഒരു തോട്ട് ആക്ഷൻ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം. തോട്ട് ആക്ഷൻ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധനം വിചാരിച്ചു കഴിഞ്ഞാൽ അത് അതേപോലെ സംഭവിക്കും എന്നുള്ളതാണ് തോട്ട് ആക്ഷൻ ഫ്യൂഷൻ. അതായത് ഞാനിങ്ങനെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് സംഭവിച്ചു, എനിക്കൊരാള് ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നത്, എൻ്റെ മനസ്സിലേക്ക് ഒരാൾ വന്നു, അയാൾ ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നതായിട്ട് എൻ്റെ മൈൻഡിലേക്ക് വന്നു. അങ്ങനെ ഞാനത് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത്, അത് അപ്പം തന്നെ അയാൾക്കത് സംഭവിക്കും, അയാൾക്ക് ആക്സിഡന്റ് ആവും എന്നുള്ളൊരു തോന്നൽ. ഞാനത് വിചാരിച്ചത് കൊണ്ട് അത് റിയാലിറ്റിയിൽ അതുപോലെ സംഭവിക്കും എന്നുള്ള ഒരു പേടി, അതൊരു ഡിസ്ഫങ്ഷണൽ ബിലീഫാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അതിന് എവിഡൻസ് സീക്ക് ചെയ്യാണ് ചെയ്യുക. നമ്മൾ ചോദിക്കും, ഈ പറയുന്ന സാധനം ശരിയാണ്, നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളത് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇപ്പം നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ആ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഞാൻ മരിക്കുന്നതായിട്ട് നിങ്ങൾ അങ്ങോട്ട് വിചാരിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ടതെന്നാണ് വിചാരിച്ചാൽ, ഞാനിത് ശരിക്കും ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്, ഞാൻ മരിക്കുന്നതായിട്ട് ഇപ്പം ഈ നിമിഷം ഞാൻ മരിക്കുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കും. അത് വിചാരിക്കണം എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പറയുന്നു. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അത് സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്തിട്ട് നമ്മൾ അവരെ കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് എന്തൊക്കെയാണ് അവർക്കുള്ളത്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് എന്തൊക്കെയാണ് അവർക്കുള്ളത് എന്നുള്ള സാധനം നമ്മൾ എഴുതിയിട്ട് തന്നെ കൊടുക്കും. എഴുതുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് ഐഡിയാസ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയാസ് ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ തലയിലേക്ക് വന്നോളം എന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, കൃത്യമായിട്ട് അവർക്ക് വായിക്കാനുള്ള ഒരു സാധനം നമ്മൾ കൊടുക്കണം. അത് എപ്പോഴും അവരങ്ങനെ വായിച്ച് അവരുടെ മൈൻഡിലേക്ക് ഈ സാധനം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ കയറ്റിയാൽ മാത്രമേ അവരുടെ ഈ വയർ ചെയ്തിട്ടുള്ള സാധനം മാറുള്ളൂ. ഈ ഡിസ്ഫങ്ഷണൽ ബിലീഫ് ഒക്കെ അവർക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തോട്ട് റീകൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മാത്രം പോരാ, അത് കണ്ടു വായിച്ചാൽ തന്നെ ഈ ചിന്തകളൊക്കെ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എഴുതിയിട്ട് തന്നെ കൊടുക്കും. അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് അതിനെ വായിച്ച് മനസ്സിലാക്കാനും അത് വീണ്ടും വീണ്ടും അതിനെ റിവേഴ്സ് ചെയ്ത് ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഡിസ്ഫങ്ഷണൽ ബിലീഫിനെ നമ്മൾ ഈ രീതിയിലുള്ള റീകൺസ്ട്രക്ഷൻ കൊടുക്കും. ഒബ്സഷൻ എങ്ങനെയൊക്കെയാണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആവണം, എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് അല്ല എന്നുള്ള സാധനം നമ്മൾ കൊടുക്കും. അതിന്റെ കൂടെ തന്നെ ഈ ബിഹേവിയർ ചെയ്യുന്ന സമയത്ത് അവർ ചെയ്യുന്ന റെസ്പോൺസിനെ നമ്മൾ പ്രിവെന്റ് ചെയ്ത് അവിടെ ഉണ്ടാവുന്ന ആങ്സൈറ്റി റിഡക്ഷൻ നമ്മൾ കൃത്യമായിട്ട് കാണിച്ചു. അതുകൊണ്ട് ഈ കമ്പൽസീവ് ആക്ടിലേക്ക് പോവണ്ട എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കും. കമ്പൽസീവ് ആക്ഷൻ നമ്മൾ ചെയ്യാതെ ഈ ആങ്സൈറ്റി എങ്ങനെയാണ് കുറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഒബ്സഷൻ എങ്ങനെയാണ് കുറയുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഡാറ്റ അവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ആവുന്ന സമയത്ത് ഈ കമ്പൽഷൻ ചെയ്യാനുള്ള ടെൻഡൻസി പതുക്കെ കുറഞ്ഞു വരിക, ഒറ്റയടിക്ക് ഇത് കുറയില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് എല്ലാത്തിൻ്റെയും വർക്ക് ചെയ്യും. ഈ ബിഹേവിയറൽ സൈഡിൽ നമ്മൾ വർക്ക് ചെയ്യും. ഇതൊക്കെ കൂടി ചെയ്യുന്ന സമയത്ത് ഈ ഒബ്സഷനും കുറയും. നമ്മൾ ഇവിടെ പിടിച്ചു വെച്ച് ഈ കമ്പൽഷൻ ചെയ്യണ്ട എന്നുള്ളത് നമ്മൾ പിടിച്ചു വെച്ച് ട്രെയിനിങ്ങും എക്സ്പെരിമെന്റ് അവർക്ക് അത് ചെയ്യാനുള്ള ടെൻഡൻസിയും പതുക്കെ കുറഞ്ഞു വരും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ CBT-യിൽ OCD. ഇത് വളരെ ചുരുക്കിയിട്ട് നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ സാധനങ്ങളൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സൈബ്രിഡ്ജിന്റെ കോഴ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ ഡെപ്ത് ആയിട്ട്
തെറാപ്പി എങ്ങനെയാണ് എന്നുള്ളത് കേസ് വെച്ചിട്ടും ഒരു അപ്ലിക്കേഷൻ ലെവലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കുറച്ചും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ബേസിക്കലി OCD എന്താണ് എന്നുള്ളതും തെറാപ്പി എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടുണ്ടോ? സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സർ? അതെ, ഇപ്പൊ എല്ലാ ചുമ്മാ ഓക്വേർഡ് ആയിട്ട് ഇങ്ങനെ ചിലർ പറയില്ല എനിക്ക് OCD ഉണ്ട്, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും വാഷ് ചെയ്തോണ്ടിരിക്കുക. അതായത് അവരുടെ ഒക്യുപ്പേഷൻ ഒന്നിനെ അവരെ ബാധിക്കുന്നില്ല, പക്ഷെ അവര് ചുമ്മാ ഇങ്ങനെ ടേംസ് പറയില്ലേ ചിലര്, എപ്പോഴും കൈ വാഷ് ചെയ്തോണ്ട് എനിക്കൊരു OCD ഇതുണ്ടെന്നുള്ളത്. അത് നമുക്ക് അതിനെ ഡിസോർഡർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഡിസോർഡർ ആയിട്ട് പറയാം. അത് എന്തിനാണ് പറയുന്നത് എന്നുള്ളതിനനുസരിച്ചാണ്. ഇപ്പോ അതായത് ഈ അവരിങ്ങനെ പണ്ട് എപ്പോഴും ഷുഗർ, എനിക്ക് ഷുഗർ ആണ് എന്നൊക്കെ പറയുന്നത്, അതായത് ജസ്റ്റ് ഇങ്ങനെ എപ്പോഴും കൈ വാഷ് ചെയ്തോണ്ടിരിക്കുക, അല്ല നല്ല കുറച്ച് ഓവറായിട്ട് നീറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. പക്ഷെ അവരതിന് OCD ആയിട്ട് പറയുന്നു, എനിക്ക് OCD ഉണ്ട്, കുറച്ച് എനിക്ക് OCD ഉണ്ടെന്ന് ഇങ്ങനെ വെറുതെ പറയുന്ന ആൾക്കാരില്ലേ. അല്ല അങ്ങനെ ഒരു അതായത് ഇങ്ങനത്തെ ഈ തോട്ട്സോ കമ്പൽഷനോ അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ റെഗുലർ ആയിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കുക എന്നുള്ളത്. പക്ഷെ അവരുടെ ആ ഡെയിലി ആക്ടിവിറ്റീസിനെ ഒന്നും ബാധിക്കുന്നില്ല. അത് ട്രേറ്റ് ആവാമല്ലോ. അതാണ് ഞാൻ പറയാൻ വന്നത്. പണ്ടത്തെ കാലത്ത് ഷുഗർ ആണെന്ന് പറയുന്നത് ഒരു പ്രസ്റ്റേജിന്റെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ളത് ഓർമ്മയില്ലേ? എനിക്ക് ഷുഗർ ആണെന്ന് പറയും, അത് ഭയങ്കര പ്രസ്റ്റേജ് ആയിരുന്നു അല്ലെ? അതേപോലെ ചില മെന്റൽ ഇതേപോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഒരു ഭയങ്കര പ്രസ്റ്റേജസിന്റെ ഭാഗമായിട്ട് വരുന്ന രീതിയിലേക്കൊക്കെ ചിലതെങ്കിലും മാറുന്നുണ്ട്. എനിക്ക് ADHD ആണ്, എനിക്ക് ഡിപ്രഷൻ ആയിരുന്നു എന്നുള്ളതൊക്കെ പറയുന്നതൊക്കെ ഒരു ട്രെൻഡ് ആയിട്ട് വരുന്ന ഒരു സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കോമൺ ആയിട്ട് പറയുന്നുണ്ടല്ലോ ആൾക്കാര്. OCD എന്നുള്ള ടേമിൽ കോമൺ ആയിട്ട് ഇങ്ങനെ എനിക്ക് OCD ആണ്, ഞാൻ കുറച്ച് കൈ വാഷ് ചെയ്യുമ്പോൾ, വെറുതെ ഇപ്പൊ ഒരാൾ കൈ വാഷ് ചെയ്താൽ തന്നെ കുറച്ച് ഇപ്പൊ ഒരു ജസ്റ്റ് കഴുകി കുറച്ച് അമിത സമയം എടുത്തു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് OCD ആണെന്നങ്ങ് പറയാ, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഇത്. അത് ഞാൻ അങ്ങനെ ചോദിച്ചതാ. മാത്രമാണ് അതൊരു ഓക്കെ അത്രേ ഉള്ളൂ അത് മനസ്സിലാവും. ഓക്കെ സാറേ ഒരു ഡൗട്ട് ഉണ്ട് സാറേ. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു സർ. എനിക്കൊരു ഡൗട്ട് ഉള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തോട്ട്, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും എത്തും, ഞാൻ ഇന്ന ആളാകും എന്നൊക്കെ ഉള്ളൊരു തോന്നി ഉണ്ടാകും എന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഹലോ. അപ്പൊ അത് ഇതൊരു ഒബ്സസീവ്, നമുക്കിപ്പോ ഒരു പൊസിഷനിൽ എത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ്ലി നമ്മളങ്ങനെ ബിലീവ് ചെയ്യണമെന്ന് പറയില്ലേ? അപ്പൊ അത് എന്താണ് അതിലെ, എനിക്ക് ഒരു ക്ലാരിറ്റി വന്നില്ല സർ. എന്താ അങ്ങനെ നമുക്കിപ്പോ ഒരു ഡോക്ടർ ആകും, ഇപ്പൊ എല്ലാരും പറയില്ലേ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം എന്നൊക്കെ പറയില്ലേ? അപ്പൊ അത് ഈ ഒബ്സസീവ് തോട്ടായിട്ട് മാറുമോ, അതോ അതൊരു ഒബ്സസീവ് തോട്ട് ആണോ? അതിനെ എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊന്ന് പറഞ്ഞുതരാമോ പ്ലീസ്? ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു സാധനം, നമുക്കൊരു സാധനം റിക്കറന്റ് ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് ഡോക്ടർ ആവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ഞാൻ എപ്പോഴും ഡോക്ടർ ആവുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡോക്ടർ ആവുക എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സഷൻ ആണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു പ്രശ്നമായിട്ട് ആലോചിക്കുമ്പോൾ മാത്രമേ അത് ബുദ്ധിമുട്ടാവുന്നുള്ളൂ. അങ്ങനെ അത് ഞാൻ ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു സാധനം എത്രത്തോളം കോമൺ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു ഉദാഹരണമാണ്. ഇപ്പം എനിക്കൊരു കാറിനെ കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ആ കാർ എവിടെ കണ്ടു കഴിഞ്ഞാലും ഞാൻ നോക്കി നിൽക്കും. ആ കാറിനെ കുറിച്ച് എനിക്ക് ആ കാർ എടുക്കണം എന്നുള്ള ചിന്ത ഇടക്കിടക്ക് എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ഒബ്സഷൻ ആണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരാളെ കുറിച്ച് അയാളുടെ ഫോട്ടോ എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ കുറേ നേരം നോക്കും, അല്ലെങ്കിൽ അയാളെ കുറിച്ച് എപ്പോഴും നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. അയാളെ വിളിക്കണം എന്നിങ്ങനെ തോന്നും. അത് ഒബ്സഷൻ ആണ്. മനസ്സിലായില്ല? അതങ്ങനെ റിക്കറന്റ് ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് ഒരേ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഒബ്സഷൻ എന്ന് പറയുക. അതൊരു പ്രശ്നമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അത് വളരെ കോമൺ ആയിട്ട് മനുഷ്യന്മാർക്ക് ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഭയങ്കര വളരെ ബ്യൂട്ടിഫുൾ സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജിഷ്ണു ജിക്ക് എന്തോ ചോദിക്കാൻ കുറെ നേരമായിട്ട്. ജിത്തു ജിക്ക് എന്തെങ്കിലും ചോദിക്കാനാണോ? സൈക്കോതെറാപ്പിയുടെ കൂടെ മെഡിസിൻ കൊടുക്കാറുണ്ടോ OCD പേഷ്യൻസിന്?
ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ ഭയങ്കര സിവിയർ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് എന്നും കൂടി ഇതിന്റെ ഒരു ഫിസിയോളജിക്കൽ ബേസിസും കൂടി അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താണ് സെറട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഒക്കെ ഭയങ്കരമായിട്ട് കുറയുന്ന സമയത്തൊക്കെയാണ് ആങ്സൈറ്റി ഭയങ്കരമായിട്ട് കൂടുക. അപ്പൊ അതിന് പ്രധാനമായിട്ടും കൊടുക്കുന്നത് SSRIs എന്ന് പറയുന്ന ഒരു ഗണത്തിൽ പെടുന്ന മെഡിസിൻസ് ഒക്കെ, സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന മെഡിസിൻസ് ഒക്കെ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അത് ഭയങ്കരമായിട്ട് സിവിയർ ആവുകയും തെറാപ്പിയിൽ മാത്രം മാനേജ് ചെയ്യാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെഡിസിൻസ് സജസ്റ്റ് ചെയ്യും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ആക്ച്വലി. പലരും മെഡിസിൻ കഴിക്കരുത്, അതിന് അഡിക്ഷൻ വരും, സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്നത് പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത് മെഡിസിൻസും കൂടി വരുന്ന സമയത്ത് ആങ്സൈറ്റി ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യപ്പെടും. ആങ്സൈറ്റിക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇന്റർവെൻഷൻസ് ഒന്നും കൊടുക്കാതെ തന്നെ ആങ്സൈറ്റി ഈ മെഡിസിന്റെ ഒരു ഹെൽപ്പ് കൊണ്ട് ആങ്സൈറ്റി ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കമ്പൽഷനെ മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ കമ്പൽഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സാർ ഒരു കാര്യം ചോദിക്കട്ടെ സാർ, ഇതിപ്പോ ഏകദേശം ഒന്ന് ക്യൂർ ആയി, പക്ഷെ ഒരു എൻവയോൺമെന്റൽ ചേഞ്ച് വീണ്ടും വന്നു കഴിയുമ്പോൾ ഇത് പിന്നീട് വരാനും സാധ്യതയുണ്ടോ? മീൻസ് ഒന്ന് ഇപ്പൊ ഈ തെറപ്യൂട്ടിക്കൽ അപ്രോച്ച് എല്ലാം കഴിഞ്ഞൊന്ന് നമ്മളതിനെ നോർമൽ OCD-യിലാണ് നമ്മൾ അതിന്റെ ടൈം എന്തായിരുന്നു ഞാൻ മറന്നുപോയി. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒരു സാധനം റിലാക്സ്, ഈ റിലാക്സ് റേറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിലാക്സ് ഉള്ള ഒരു സാധനമാണ് ഈ OCD. OCD എന്ന് പറയുന്ന സാധനം ഭയങ്കര റിലാക്സ് ഉള്ള ഒരു സാധനമാണ്. ഒരുപാട് നമ്മൾ മുഴുവൻ മാറി എന്ന് വിചാരിക്കും, കുറെ കഴിഞ്ഞാൽ പിന്നെയും ഈ സാധനം വരും. അപ്പൊ അതുകൊണ്ട് OCD-ക്കാണ് നമ്മൾ ഈ ബൂസ്റ്റർ സെഷൻ എന്ന് പറയുന്ന സാധനം കൂടുതലായിട്ട് കൊടുക്കുക. ബൂസ്റ്റർ സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും മാറി എന്ന് നമുക്ക് ഉറപ്പിച്ച് അതിനുശേഷവും പിന്നെയും നമ്മളൊരു സെഷനും കൂടിയൊക്കെ നമ്മൾ കൊടുക്കും, ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. ഒരു 5-10 മിനിറ്റിന്റെ സെഷൻ ആയിരിക്കും. അപ്പൊ അത് കൂടുതലായിട്ടും കൊടുക്കുന്നത് നമ്മൾ OCD-യിലാണ്. OCD-യിലെ ട്രീറ്റ്മെന്റ് നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യലില്ല. നമ്മളങ്ങനെ വളരെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു ഗ്യാപ്പ് ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ കൊടുക്കും. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിരുന്നു ആളുകൾ കണ്ടുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ സിവിയാരിറ്റി കുറഞ്ഞ സിംറ്റംസ് ഒക്കെ ഒരുപാടൊക്കെ കുറഞ്ഞിട്ടുണ്ട്, 1-2 സിംറ്റംസ് ഒക്കെ ഉള്ളൂ, അതിന്റെ സിവിയാരിറ്റി ഭയങ്കര കുറവൊക്കെയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ വീക്ക്ലി വൺസ് ആക്കും നമ്മളെ തെറാപ്പി. അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2 വീക്കിന്റെ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സെഷൻ ഇടും. അതും ഒരു 2-3 വട്ടമൊക്കെ അതങ്ങനെ പോയി അടുത്ത സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഒരു 2 വീക്കിന്റെ ഗ്യാപ്പിലേക്കാക്കി, 1 മാസത്തിന്റെ ഗ്യാപ്പിലേക്കാക്കി, അങ്ങനെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും OCD വരുന്ന സമയത്ത്. കാരണം റിലാക്സ് റേറ്റ് ഇത് ഭയങ്കര കൂടുതലാണ് എന്നുള്ളത്. ഓക്കെ സാർ, വളരെ സിവിയർ ആയിട്ടുള്ള OCD ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് മെഡിസിന്റെ ഹെൽപ്പ് തന്നെ അതിലേക്ക് തന്നെ നോക്കണം അല്ലേ സാർ? സാധാരണഗതിയിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഭയങ്കര സിവിയർ ആണ്, അത് OCD എന്ന് മാത്രമല്ല, ആങ്സൈറ്റി സിംറ്റംസ് ഒക്കെ ഭയങ്കര സിവിയർ ആണ്, അതുപോലെ തന്നെ ഡിപ്രഷൻ ആണെങ്കിലും മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ആണെങ്കിലും അത് ഭയങ്കര സിവിയർ ആണ്. അവിടെ ഈ ആങ്സൈറ്റി ഒക്കെ ഭയങ്കര സിവിയർ ആകുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട്ട് ബ്ലോക്ക് ഭയങ്കരമായിട്ട് വരും. അവിടെ റാഷണാലിറ്റി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അത് നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആണ്, നമുക്ക് ഭയങ്കര പേടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ആരെങ്കിലും വന്നിട്ട് ഒന്നും സംഭവിക്കൂലടാ, നമുക്ക് അറിയില്ല, ഒന്നും സംഭവിക്കൂല എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ എടുക്കൂലല്ലോ, നമ്മളെ തലയിലേക്ക് ആ സാധനം കയറില്ല, നമ്മൾ വെറിഡ് ആയിരിക്കും. അപ്പോൾ വെറിഡ് ആയിരിക്കുന്ന സമയത്ത് റാഷണൽ തോട്ട് എന്ന് പറയുന്നത് ഷട്ട് ഡൗൺ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ഈ വെറി ആദ്യം കുറയേണ്ടി വരും. ഭയങ്കരമായിട്ട് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്തെങ്കിലും ഇന്റർവെൻഷൻ അവിടെ വർക്ക് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിനെ പ്രിസ്ക്രൈബ് ചെയ്യാണ് സാധാരണ രീതിയിൽ ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയാം. മെഡിസിൻ അഡിക്ഷൻ ഉണ്ടാവാൻ വഴിയുണ്ടോ സാർ? ഞാൻ ആളുകൾക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ അഡിക്ഷൻ വന്നിട്ടില്ല. അതൊക്കെ ഒരു എന്താ പറയാ, മിത്താണ് ആക്ച്വലി. മെഡിസിൻ ഒക്കെ അഡിക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നത് മിത്താണ്. ഓക്കെ സർ, ഇതിന് ട്രീറ്റ്മെന്റിന് നമുക്ക് ആരുടെ അടുത്തൊക്കെ പോകാൻ കഴിയും? അതായത് അതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് മനസ്സിന് എന്തോ കൂടുതലല്ലോ. നമുക്കറിയാം ഈ സൈക്കാട്രിക് മെഡിസിൻ എന്തിനാ കൊടുക്കുന്നത്, എല്ലാ കണ്ടീഷൻസിനും, ഈ മൂഡ് ഡിസോർഡർ ആണെങ്കിലും ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആണെങ്കിലും സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആണെങ്കിലും ഒക്കെ സൈക്കോളജിക്കൽ ബേസിസ് എടുത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒരു നമ്മളുടെ ഹോർമോൺസുമായി ബന്ധപ്പെട്ടുള്ള
ഇതിലൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്. അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മെഡിസിൻ എന്നുള്ളത് ഉപയോഗിക്കുന്നത്. ആങ്സൈറ്റി ഡിസോർഡറിൽ ഞാൻ പറഞ്ഞ ഹോർമോണിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ കുറയുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ കുറയാതിരിക്കാനുള്ള മെഡിസിൻ കൊടുക്കും. ഷുഗർ എന്ന് പറയുന്നത് ഇൻസുലിനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസുലിൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അവിടെ നമ്മളിത് കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. അതേപോലത്തെ വേറൊരു സാധനമാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതേപോലത്തെ സാധനങ്ങളാണ് ഈ അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇതിന്റെ ഏറ്റക്കുറച്ചിലിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിസിൻ എടുക്കുന്നത്. സെക്ഷൽ OCDക്ക് ERP കൊടുക്കാൻ പറ്റില്ല സാറേ? ആർക്ക്? സെക്ഷൽ OCD ഉള്ള ഒരു കുട്ടി വന്നിരുന്നു, 18 വയസ്സൊക്കെ ഉണ്ട് കുട്ടി. അപ്പൊ ERP സെക്ഷൽ തോട്ട് വരുന്ന സെക്ഷൽ OCD ഇല്ലേ, ERP കൊടുക്കാൻ പറ്റുമോ അവർക്ക്? പറ്റില്ലല്ലോ. അപ്പം അത് CBT അത് എന്ത് സാർ ചെയ്യും? ERPT കൊടുക്കാം, പക്ഷെ എങ്ങനെയാണ് ERPT കൊടുക്കുക എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തോന്നുന്നത് എന്ത് സെക്ഷൽ ഒബ്സഷൻ ആണ്. അപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ മുന്നിട്ടുള്ള ഒരു കുട്ടിനെ കാണുന്ന സമയത്ത് ഞാൻ അവരുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് നോക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്. അപ്പോൾ ERPT കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കുട്ടി പോകുന്നുണ്ടാവും, അവനെ നോക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങളില്ലേ? ഏത് രീതിയിലുള്ള സെക്ഷൽ ഒബ്സഷൻ? ഹോമോസെക്ഷൽ ആയിരുന്നു. ഓക്കെ, ഹോമോസെക്ഷൽ ആവുന്ന സമയത്ത് നമുക്ക് ERPT കൊടുക്കാം. അതെങ്ങനെ നമ്മൾ അതിനെങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. വേറൊരാളുടെ ഒരു എന്താണ് ഐഡന്റിറ്റിനെ ഹാം ചെയ്യാത്ത രീതിയിലുള്ള ഒരു ERPT ഒക്കെ വേണം നമ്മൾ അതിന് സെറ്റ് ചെയ്യാൻ. അവിടെ ഈ സെക്ഷൽ ഒബ്സഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അറൗസൽ എന്ന് പറയുന്ന ഒരു സാധനം എന്താണ്, എങ്ങനെയാണ് സെക്ഷൽ അറൗസൽ എന്ന് പറയുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്ത് അത് സെക്ഷൽ അറൗസൽ അല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, അതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നല്ല സെഷനായിരുന്നു സർ. താങ്ക് യു. താങ്ക് യു സർ. ഒരു സിമ്പിൾ ഡൗട്ട് ആയിരിക്കും ഞാൻ തോന്നുന്നു, ഒന്ന് ചോദിച്ചോട്ടെ? നമ്മളിപ്പോ എക്സ്പോഷറിലൂടെ ആ ഒരു എക്സ്പോഷറിലൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു ഭയക്കുന്ന സാധനത്തിനെ എക്സ്പോസ് ചെയ്ത് അതിനോടൊരു പരിചയവും അതിനോടൊരു ആങ്സൈറ്റി ഇല്ലാതാക്കുക, അതാണ് നമ്മൾ എക്സ്പോഷറിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു അണ്ടർലൈൻ കോസിനെ ട്രീറ്റ് ചെയ്യാന്നുള്ള ഒരു അപ്രോച്ച് ഇല്ലേ OCD കേസിൽ? കോസിനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതോ? വേറെന്തോ ഒരു കോസ് ആണ്. കാരണം ഈ റിക്കറൻസ് ഭയങ്കര റിലാപ്സും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഹൈ ആയ ഒരു കേസാണല്ലോ OCD. സോ ദർ കുഡ് ബി എ അണ്ടർലൈൻ കോസ് ദാറ്റ്സ് ലീഡിങ് ടു ദിസ് കമ്മിങ് ബാക്ക്. സോ നമ്മൾ ഈ സിംറ്റം എന്നുള്ള ഒരു സിംറ്റവും അതിന്റെ ഈ കമ്പൾഷനെയും ഡീൽ ചെയ്തിട്ട് എക്സ്പോഷറിലൂടെ പരിഹരിച്ചിട്ട് അത് പിന്നീട് അത് വീണ്ടും റിക്കർ ചെയ്യുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദർ കുഡ് ബി സം അതർ അണ്ടർലൈൻ കോസ്. അങ്ങനെ ഒരു മൊഡാലിറ്റി ഉണ്ടോ ഈ OCD ഹാൻഡിൽ ചെയ്യാൻ? സത്യം പറഞ്ഞാൽ എപ്പോഴും OCDന്റെ റിലാപ്സ് റേറ്റിനെ കുറിച്ച് ഞാൻ വായിക്കുന്ന സമയത്തും അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് വായിക്കുന്ന സമയത്തും ഇതായിരിക്കാം, അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു റീഡിങ് എനിക്കിത് കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞിരുന്നു, പക്ഷെ അങ്ങനത്തെ റീഡിങ് എനിക്ക് കിട്ടിയിട്ടില്ല. പലപ്പോഴും ഞാൻ ഒരു ഇതിനെപ്പറ്റി കൂടുതലായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സാറുണ്ട്. സാറിന്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു യൂറോപ്യനാണ്. സാറിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്തും ആള് പറഞ്ഞു നമ്മൾ അതിന്റെ റിലാക്സ് റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ഇതുപോലെയുള്ള ടെക്നിക്കുകളാണ്. നമ്മൾ റെക്കോർഡിംഗ് സെഷൻസ് കൊടുക്കുക, റൈറ്റ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള സാധനം എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ. അതല്ലാതെ അതിന്റെ ഒരു അണ്ടർലൈൻ കോഴ്സ് നമുക്ക് മറ്റുള്ള ഒരു ഡിപ്രഷൻ പോലെയുള്ള സാധനങ്ങൾക്കുള്ളത് പോലെ ഇതിന് ഇങ്ങനത്തെ ഒരു അണ്ടർലൈൻ കോഴ്സ് ഉണ്ട്, നമുക്കിത് ശരിയാവും എന്നുള്ള രീതിയിലുള്ള റീഡിങ് എനിക്ക് കിട്ടിയിട്ടില്ല ആക്ച്വലി. സത്യം പറഞ്ഞു അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഞാൻ ക്ലാസ് വളരെ വർക്ക്ഷോപ്പിനൊക്കെ അറ്റൻഡ് ചെയ്ത സമയത്തും എനിക്കത് കിട്ടിയിട്ടില്ല.
അത് ഞാനത് ചിന്തിക്കാറുണ്ട് എപ്പോഴും. ഇങ്ങനെ എന്തുകൊണ്ട് ഇതിന് മാത്രം അത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാനും പലപ്പോഴും പല സ്ഥലത്തും ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. അതിനൊരു വ്യക്തമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു അണ്ടർലൈൻ കോഴ്സ് ആണ് ഇതിനുള്ളത് എന്ന് സാധാരണ ഇതിൽ പറയാറുള്ളത് പോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക് ആണ്. അതല്ലാതെ ഇന്ന കാരണം കൊണ്ട് OCD ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു റീഡിങ്ങിൻ്റെ ഒരു കുറവാണ് ശരിക്കും, പക്ഷേ സാർ അങ്ങനെ ഒരു പ്രിഡോമിനന്റ്ലി ജനറ്റിക് ഡിസ്പൊസിഷൻ ആണെങ്കിൽ അപ്പൊ നമ്മൾ ഈ എക്സ്പോഷറിലൂടെ എപ്പിജനറ്റിക് ചേഞ്ചസ് വരുന്നുണ്ടെന്ന് വല്ല സ്റ്റഡീസ് ഉണ്ടോ? അതുണ്ട്. ഓക്കെ ഓക്കെ. അതുകൊണ്ട് എന്തായാലും മാറ്റങ്ങളുണ്ട്. അത് ഈ എക്സ്പോഷറിലൂടെ പുതിയ ബ്രെയിൻ പാത്വേസ് അങ്ങനെ വന്നിട്ട് അതിനെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരുന്ന അല്ല ഉദ്ദേശിച്ചത്. എപ്പിജനറ്റിക് ചേഞ്ചസ് വന്നിട്ട് വ്യക്തിയിൽ ആക്ച്വലി ഒരു മേജർ ചേഞ്ച് ആ രീതിയിൽ വരുന്നില്ലാത്തത് കൊണ്ടായിരിക്കും റിക്കർ ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ആവാല്ലേ? ഞാൻ കുറച്ചുകൂടി വായിക്കണം ഇതിന്. എനിക്ക് സത്യം പറഞ്ഞാൽ OCD ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ്. ആക്ച്വലി അൺസോൾവ്ഡ് ആണ് റിയലി അത്. അതെ അതെ, അത് അതിന്റെ എല്ലാ ഒരു മേഖലയും എന്താണ് അൺകവർ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു എൻഡ് ഉള്ള ഒരു ഇത് വരാത്തത് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ഇത്രയും റിലാപ്സ് റേറ്റ് ഭയങ്കര കൂടുതലാണ് എന്ന് പറയുന്ന വേറൊരു ക്ലിനിക്കൽ കണ്ടീഷൻ ഈവൻ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ കൂടിയും എന്താണ് അതിനെ ഒരു പരിധി വരെയൊക്കെ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും അത് മാറിക്കഴിഞ്ഞാൽ പിന്നെയും വരും. അതിന്റെ റിലാപ്സ് റേറ്റ് ഒക്കെ അത്രത്തോളം പറയുന്നില്ല. പക്ഷെ OCDനെ സംബന്ധിച്ചിടത്തോളം റിലാപ്സ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അതിൽ എന്തൊക്കെയോ ഇനിയും അൺകവർ ആവാനുണ്ട് എന്നുള്ളത്. ഓക്കെ സർ, താങ്ക് യു. ഹലോ സർ. സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഞാൻ ആലോചിച്ചിട്ടില്ല, അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ്. സർ അതെ സാർ, ഇപ്പം OCDന്റെ സൈക്കിൾ പറഞ്ഞപ്പം സാർ പറഞ്ഞല്ലോ ഒബ്സഷൻ കമ്പൽഷൻ മേ ബി അവോയ്ഡ് ചെയ്യാമെന്നുള്ളത്. മടി കാരണം, ഫോർ എക്സാമ്പിൾ സാർ പറഞ്ഞു മടി കാരണം എണീക്കാൻ മടി കാരണം അത് ചെയ്തില്ല, അപ്പൊ അതൊരു OCD ആയിട്ട് പറയോ? OCD അല്ല, അതുകൊണ്ടാണ് അത് OCD ആവാത്തത്. തന്നെയാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് അത് OCD ആവാത്തത്. അപ്പൊ നമുക്ക് എത്രത്തോളം അതിൽ ടെൻഷൻ ഉണ്ടോ ആ ടെൻഷൻ ഉണ്ടാവുന്ന നമ്മളൊരു കമ്പൽസീവ് ആക്ടിലേക്ക് പോവുക. ആ കമ്പൽസീവ് ആക്ടിലേക്ക് നമ്മൾ പോയി അത് നമ്മളുടെ ഒരു ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ബാധിച്ചു തുടങ്ങുന്ന സമയത്താണ് അത് OCD ആവുന്നത്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ആവുന്നത്. അപ്പൊ നമ്മളത് എണീക്കാൻ നമുക്ക് അത്രത്തോളം ആൻസൈറ്റി ഇല്ല. ആൻസൈറ്റി ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് മടി പിടിച്ച് അവിടെ കിടക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കമ്പൽസീവ് ആക്ട് ചെയ്യുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം ആ ഒരു തോട്ട് അവിടെ അങ്ങനെ കിടന്ന് കളിക്കുന്നു, അതങ്ങോട്ട് പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഡിസോർഡർ അല്ല. ഓക്കെ, താങ്ക് യു. സാറേ, ഓട്ടിസം കുട്ടികളിൽ ഈ സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണിക്കാറുണ്ടല്ലോ, അപ്പൊ അത് ഈ OCD ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. അവർക്ക് ശരിക്കും ഈ ഓട്ടിസം കുട്ടികൾ ശരിക്കും OCD ഉണ്ടോ? ആണ് സെൽഫ് സ്റ്റിമുലേറ്റിംഗ് റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ എന്നാണ് അതിന് പറയാം, SRBs. അതായത് അവരെ തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനം അവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ പല ആളുകൾക്കും ഈ പെട്രോളിന്റെ സ്മെല്ല്, മണ്ണെണ്ണയുടെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടം അല്ലേ? നമുക്ക് ചില ആളുകൾക്കെങ്കിലും, എല്ലാവർക്കും അല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ മണ്ണെണ്ണയുടെ സ്മെല്ലൊക്കെ വന്ന് നല്ലോണം വലിച്ചെടുക്കും, പെട്രോളിന്റെ സ്മെല്ലൊക്കെ. അതെന്താണ്, നമ്മളൊരു സ്റ്റിമുലസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? ആ ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഒരു സാധനമാണ്. അതിനെ നമ്മൾ സെൽഫ് സ്റ്റിമുലേറ്റിംഗ് റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ തന്നെയാണ് പറയുന്നത്. അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒബ്സഷന്റെ ഭാഗമായിട്ട് വരുന്നത്. ശരിക്കും അവര് തോട്ടിൽ നിന്ന് വരുന്നതല്ലല്ലോ, അവര് ചിന്തയിൽ നിന്ന് അങ്ങനെയല്ലല്ലോ അത് വരുന്നത്. ഒരു ലൈറ്റ് സ്വിച്ച് എല്ലാം ഒരേ ലൈനിൽ തന്നെ കിടക്കുന്നു, അതിൽ ഒന്ന് ഓണായി കിടക്കുമ്പോൾ അത് അവര് വീണ്ടും ഓഫ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിലേക്ക് അവർ ചെയ്യുന്നത്. ഓട്ടിസം കുട്ടികളെ പല രീതിയിൽ ചെയ്യാറുണ്ടല്ലോ റിപ്പീറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ്. അപ്പോ
എന്താ പറയാ കാല് വീണ്ടും നനച്ചുകൊണ്ട് വരുന്നു. അവരുടെ ഒരു സെൻസറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ. അത്ര മാത്രമേ ഉള്ളൂ. അവർക്കൊരു സെൻസറി പ്ലഷർ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് എന്തോ ഒരു പ്ലഷർ കിട്ടുന്നുണ്ട്. അപ്പൊ ആങ്സൈറ്റി എന്നുള്ളത് അവരില് ഇല്ലല്ലോ, ശരിക്കും ഫോം ചെയ്യുന്നില്ലല്ലോ പറ്റും ബ്രെയിനിന്ന്. ഈ പറയുന്ന സാധനത്തിൽ അതിന് ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യണില്ല എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. അതായത് അവർ റിപ്പീറ്റഡ് ആയി ചെയ്യുന്ന ഒരു സാധനം ആങ്സൈറ്റി കൊണ്ടല്ല, നേരെ മറിച്ച് എന്താണ്, അവർക്ക് അതിൽ നിന്നൊരു പ്ലഷർ കിട്ടുന്നുണ്ട്. ആ പ്ലഷർ കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനം. ആസ് ഫാർ ആസ് ഐ നോ. ശരിക്കും നമ്മളിപ്പോ ഈ CBT ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈക്യാട്രിസ്റ്റ് ആണോ ബിഹേവിയർ തെറാപ്പിസ്റ്റിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഏത് നോർമൽ CBT ബിഹേവിയർ തെറാപ്പിസ്റ്റിന് ഏതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. CBT ചെയ്യാൻ പറ്റുമോ കുട്ടികളിലോ അല്ലെങ്കിൽ നമ്മൾ അഡൽട്സിലൊക്കെ ഉള്ള ഈ ഒരു OCD ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ? ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത് ഒരു ബിഹേവിയറിനെ മാത്രം മോഡിഫൈ ചെയ്യുന്ന ഒരു തെറാപ്യൂട്ടിക് മെത്തേഡാണ് ബിഹേവിയറൽ തെറാപ്പി. അതിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുക ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ഒക്കെയാണ്. ബിഹേവിയറൽ തെറാപ്പി മാത്രം യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സിലാണ്. അത് ADHD, ഓട്ടിസം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ലേൺ ഡിസബിലിറ്റി പോലെയുള്ള സാധനങ്ങൾ വരുമ്പോൾ അവിടെ കുറെ കൂടി ബിഹേവിയറൽ മോഡിഫിക്കേഷൻ മാത്രമാണ് ചെയ്യേണ്ടത്. അവിടെ തോട്ടുമായി ബന്ധപ്പെട്ടുള്ളതല്ല പ്രശ്നം. അവരുടെ ബിഹേവിയറിനെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നു, ഓരോ സാധനമായിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നു, അത് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് കൂടുതലായിട്ടും ബിഹേവിയറൽ തെറാപ്പി ചൈൽഡ്ഹുഡ് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിലൊക്കെയാണ് അപ്ലൈ ചെയ്യുക. നമുക്ക് ഈ OCD പോലെയുള്ള ആൻസൈറ്റി, ഡിപ്രഷൻ, മൂഡ് ഡിസോർഡേഴ്സ് പോലെയുള്ള സാധനങ്ങളിൽ കുറച്ചും കൂടി കൊഗ്നീഷനും കൂടി ഇൻവോൾവ് ആണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതും കൂടി, നമ്മൾ കാര്യങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു, എന്തിലേക്ക് അറ്റൻഷൻ കൊടുക്കുന്നു, ആ അറ്റൻഷൻ കൊടുക്കുന്നതിനെ നമ്മൾ എങ്ങനെ ആണ് പ്രോസസ്സ് ചെയ്യുന്നത്, പെർസീവ് ചെയ്യുന്നത്, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, അവിടെയുള്ള ഡിസ്ഫങ്ഷണൽ ബിലീഫ് എന്താണ്, ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട് എന്താണ്, ഇതൊക്കെ കൂടി വരുന്നൊരു സാധനമാണ് കൊഗ്നീഷൻ എന്ന് പറയുന്നത്. അതും കൂടി ഇൻവോൾവ് ആണ് ഈ പറയുന്ന ആൻസൈറ്റി, മൂഡ് ഡിസോർഡേഴ്സ് കാര്യങ്ങളിലൊക്കെ. അപ്പം അതുകൊണ്ട് അവിടെ എന്തും കൂടി വേണം, ഒരു കൊഗ്നിറ്റീവ് ഇന്റർവെൻഷനും കൂടി വേണം. അപ്പോൾ അവിടെ എന്ത് വേണ്ടി വരും, CBT വേണ്ടി വരും. ബിഹേവിയറൽ തെറാപ്പി മാത്രം മതി. സൈക്കോളജിസ്റ്റ് ചൂസ് ചെയ്യലല്ലോ, സൈക്യാട്രിക് ലെവലല്ലേ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്, മെഡിസിൻ ഒക്കെ കൊടുക്കും. സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നതും സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നതും രണ്ട് മേഖലയാണ്. സൈക്കോളജിസ്റ്റുകൾക്ക് വേണമെങ്കിൽ ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് ആവാം, കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് ആവാം, എന്തോ ആവാം. സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താണ്, ഒരു മെഡിസിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു മേഖലയാണ്. ഓക്കെ, അപ്പോൾ അവിടെ മെഡിസിനുമായി ബന്ധപ്പെട്ട മേഖലയിൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനുള്ള ഫിസിയോളജിക്കൽ ബേസിസിന് മാത്രം ആ ഫിസിയോളജിക്കൽ ബേസിസിൽ മാത്രം നോക്കിക്കാണുന്ന, വ്യൂ പോയിന്റിൽ നോക്കിക്കാണുന്ന ഒരു മേഖലയാണ് സൈക്യാട്രി എന്ന് പറയുന്നത്. സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത് ഫിസിയോളജിക്കൽ ബേസിസിന്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി പറയുന്ന കോഗ്നിറ്റീവ്, ബിഹേവിയറൽ, സോഷ്യൽ ആസ്പെക്റ്റുകളൊക്കെ നോക്കുന്ന സാധനമാണ് സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ CBT ചെയ്യാൻ സൈക്കാട്രിസ്റ്റുകളുടെ അടുത്തേക്കല്ല പോവുക, സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് തന്നെയാണ് പോവുക. അത് CBT സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ചിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? സർ, സൈക്യാട്രിസ്റ്റ് ഒരിക്കലും ടോക്ക് തെറപ്പി ചെയ്യാറില്ല പൊതുവെ, അങ്ങനെയാണോ? സാധാരണഗതിയിലില്ല. പിന്നെ കുറച്ചും കൂടിയൊക്കെ സൈക്കോളജിയിൽ ഈ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ആളുകളുണ്ട്. സാധാരണ ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല. ഓക്കെ ഓക്കെ, അവര് സൈക്യാട്രിസ്റ്റ് ടോക്ക് തെറപ്പിനെ ചെറുതായി കാണുക, അല്ലെങ്കിൽ ഇറ്റ്സ് ബിലോ ദം, അങ്ങനെ ഒരു ചിന്ത വല്ലതും ഉണ്ടോ? ഒരു സബ്ജക്റ്റീവ് ചോദ്യമാണ്. അതെല്ലാത്തിലും ഉണ്ട്. അപ്പൊ സൈക്കോളജിസ്റ്റുകൾക്ക് പലപ്പോഴും സൈക്കാട്രിസ്റ്റുകളെ കുറച്ച് കാണുന്ന, ഓർക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റുകളുണ്ട്. സൈക്കാട്രിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇതേപോലെ തന്നെ ഓരോ തെറാപ്പി ഉണ്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതേസമയം ഭയങ്കര സൈക്കോളജിസ്റ്റുകളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സൈക്കാട്രിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളുണ്ട്. ഇത് ഒരു ഹാബിറ്റുവേഷനിൽ പോയാലാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് സൈക്കാട്രിസ്റ്റുകൾ എനിക്ക് കോണ്ടാക്റ്റിലുണ്ട്. അതെ, ശരിക്കും ഹാൻഡ് ഇൻ ഹാൻഡ് വർക്ക് ചെയ്യേണ്ടവർ തന്നെയല്ലേ, രണ്ട് അറ്റങ്ങളുള്ള രണ്ടുപേരുടെയും ഫംഗ്ഷൻ എസെൻഷ്യൽ ആയിട്ടുള്ളത്. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. അതെ, ഇപ്പൊ ഡിസോർഡേഴ്സിനെ കാണുന്ന സമയത്ത്, ഇപ്പോൾ ഏതൊരു ഡിസോർഡേഴ്സും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ബാരന്റെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുന്ന സമയത്ത് തന്നെ വ്യൂ പോയിന്റ്സ് ഓഫ് അബ്നോർമൽ സൈക്കോളജി
എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യൂ പോയിന്റ്സ് ഓഫ് അബ്നോമാലിറ്റി എന്ന് പറയുന്ന സമയത്ത് നമ്മളതിൻ്റെ ബിഹേവിയറൽ സൈഡ് പഠിക്കുന്നുണ്ട്, സോഷ്യൽ ആസ്പെക്ട് പഠിക്കുന്നുണ്ട്, ഡൈനാമിക് സൈഡ് നമ്മൾ പഠിക്കുന്നുണ്ട്, ബയോളജിക്കൽ ബേസിസ് നമ്മൾ പഠിക്കുന്നുണ്ട്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് നമുക്കൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി ആണെങ്കിലും നമ്മുടെ മറ്റുള്ള ഇഷ്യൂസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഇതിനൊക്കെ കൂടി അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു തെറാപ്പി ഡെവലപ്പ് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ. പല ഡിസോർഡേഴ്സിനും ചിലപ്പോൾ എല്ലാത്തിനും എല്ലാം വേണ്ടി വരില്ല, എന്നാൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ ഇതെല്ലാ മേഖലയും ശരിയാക്കുന്ന രീതിയിലുള്ള ഒരു തെറാപ്യൂട്ടിക് പ്ലാന് വേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ പലപ്പോഴും ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട്. അവിടെ കൊഗ്നീഷന് വലിയ വില ഒന്നും ഉണ്ടാവും. അവരുടെ ഒരു മൂഡ് ഭയങ്കര ഡിപ്രസീവ് ആയിരിക്കും. നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞാലും ഈ ഡിപ്രസീവ് ആവാനുള്ള ഒരു കോഗ്നിറ്റീവ് ട്രയാഡ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈഡൊന്നും നമുക്കതിന് കാണാൻ പറ്റില്ല. മിക്കവാറും എന്തായിരിക്കും, ഇൻഹെറിറ്റഡ് ആയിരിക്കും, ജനറ്റിക് ബേസിസ് ആയിരിക്കും. അവിടെ നമ്മൾ എത്ര കുത്തി പറഞ്ഞിട്ടും കാര്യമില്ല, മെഡിസിൻ കഴിക്കില്ല എന്ന് നിവൃത്തി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വാശി പിടിച്ചിട്ട് മെഡിസിൻ കൊടുക്കൂല, ഞാൻ അതിന് പറഞ്ഞു വിടൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, മാറൂല. നേരത്തെ പറഞ്ഞ പോലെ സൈക്യാട്രിസ്റ്റ് ആണ് ഗാബോർ മാത്തെ എന്ന് പറഞ്ഞ സൈക്യാട്രിസ്റ്റ്. ഓക്കെ, എവിടെയുള്ള ആളാണ് നിങ്ങൾക്ക് പേഴ്സണലി അറിയില്ല? അദ്ദേഹം ഒരു ഹംഗേറിയൻ ജ്യൂ കനേഡിയൻ ആണ്. ഓഥർ, സൈക്യാട്രിസ്റ്റ്, അഡിക്ഷൻ തെറപ്പിസ്റ്റ്, ഫാമിലി ഡോക്ടർ ആൻഡ് പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ്, അങ്ങനത്തെ ഒരു സ്പെഷ്യലിസ്റ്റ്. നമ്മുടെ മിത്ത് ഓഫ് നോർമലിന്റെ ഓഥറാണ്. മിത്ത് ഓഫ് നോർമൽ എന്ന് പറയുന്നത്. The myth of normal. Yeah. Thank you. സാർ നമ്മളെ ക്ലാസ് അപ്പൊ തീർന്നല്ലോ അല്ലേ? ഏകദേശം. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി സമയമുണ്ട് കേട്ടോ. സ്റ്റുഡൻസ് വിടാത്തോണ്ട് സാറ് പെട്ടിരിക്കാന്ന് പറയാം. ഡൗട്ട് തീരാത്തോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചാറ്റ് ബോക്സിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ പറയാം. സാറിന് ചാറ്റ് ബോക്സിന്റെ ആക്സസ് കിട്ടുന്നുണ്ടോ സാറേ? ഉണ്ട്. ഓക്കെ ശരി. Thank you so much, sir. It's been a long session. If you want to drop out, we can stop, inshallah. ഇല്ല, കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. ഡൗട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കുഞ്ഞു ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. നമുക്കൊരു കുറച്ച് സമയം ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നേരെ നമ്മളുടെ ഫീഡ്ബാക്ക് സെക്ഷനിലേക്ക് പോവാം. സോ ഗൈസ്, ഐ ആം സോ ഹാപ്പി. കാരണം നമ്മളുടെ ഈ ഒരു സെക്ഷൻ ഭയങ്കര എന്തായിരുന്നു വെച്ചാൽ ആക്റ്റീവ് ആയിരുന്നു. ഭയങ്കര ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. എനിക്ക് നിങ്ങൾ സാറിന് ഇന്ന് സമാധാനം കെടുത്തിയിട്ടുണ്ട്. മുഴുവൻ ഡൗട്ട്സ് ആയിരുന്നു. ക്ലാസ്സിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഇന്ന് ഡൗട്ട്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ആൻഡ് ആക്ച്വലി നല്ലതാണ്, കാരണം എല്ലാവർക്കും ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളവർക്കും കൂടി അത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയുന്നത് നല്ലതായിരിക്കും. സോ പ്ലീസ് ഗൈസ്. ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ, പ്രശ്നമില്ല, പറഞ്ഞോളൂ. ഞാന് ഫറാൻ സാറെ ക്ലാസ് ഇതിന് മുന്നേ ഒരിക്കൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫറാൻ സാറാണ് ക്ലാസ് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഡൗട്ട് ഉള്ള ഒരു വിഷയമായിരുന്നു CBT. അപ്പൊ ഒരുപാട് ഡൗട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ പലതും കാണുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ പലതിലും പല ഇതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ എല്ലാത്തിലും കൂടെ ഒരു കൺഫ്യൂഷന് വരും. ഞാൻ ഓട്ടിസം ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും ഈ ഒരു ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. അതായത് ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുള്ള 1-2 ഡൗട്ട്സ് എനിക്ക് ഒരുപാട് ഡൗട്ടായിട്ട് നിലനിൽക്കുന്നതായിരുന്നു എപ്പോഴും. ഇപ്പൊ നോർമൽ പേഴ്സണൽസിലാണെന്നുണ്ടെങ്കിലും എത്രത്തോളമാണ് ഇവർക്ക് അച്ചീവ്മെന്റ് ഉണ്ടാവുക, അവർ അതിനെ കുറിച്ച് തന്നെ ചിന്തിക്കില്ല, അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻ എങ്ങനെയായിരിക്കും, അങ്ങനെ പല ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലിയർ ആക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ എഫക്റ്റീവ് ആവുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന് അതേപോലെ പ്രഷർ വന്നു. അത് പ്രഷർ വേരിയേഷൻ വന്ന സമയത്ത് പിന്നീട് അങ്ങോട്ട് അവർക്ക് ഓരോ അസുഖങ്ങളായിരുന്നു. കാലുവേദന പറയുന്നു, കൈവേദന പറയുന്നു, ഓരോ വയറുവേദന പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ കാണിക്കുന്നു. അങ്ങനെ ഒരു ഡോക്ടറാണ് അവരുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളെന്തൊരു കാര്യം ചെയ്യൊരു ബിഹേവിയർ മെഡിസിൻ കഴിച്ചു നോക്കൂ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. 1-2 പ്രാവശ്യം ട്രീറ്റ്മെന്റിന് പോയി ഉടനെ തന്നെ അവരത് മാറി. ഒരു തെറാപ്പി കൊടുത്ത ഉടനെ തന്നെ അവരത് മാറി. ഈ പല ടൈപ്പ് എന്താ പറയാ പല ടൈപ്പ് OCD ഉണ്ട്. അപ്പൊ അതുമായിട്ട് ഞാൻ ആ ഒരു ഓരോ ആളുകളുടെ ഓരോ അസുഖമായിട്ട് റിലേറ്റ് ചെയ്ത് ചിന്തിച്ചു.
ആ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓരോ അസുഖങ്ങളും ഓരോ ആളുകളിലും ഇങ്ങനെ റിലേറ്റ് ചെയ്ത് നോക്കി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഭയങ്കരമായിട്ട് ഡൗട്ട് ക്ലിയർ ആയ നല്ലൊരു മാറ്റർ ആയിരുന്നു. ഒരു സജഷൻ പറയാനുള്ളത് CBT ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നെങ്കിൽ കൂടെ എഫക്റ്റീവ് ആകും എന്നാണ് സജഷൻ പറയാനുള്ളത്. താങ്ക് യു. ഭയങ്കര സന്തോഷം. താങ്ക് യു റഹ്മത്ത്. ഭയങ്കര സന്തോഷമുണ്ട് ഫീഡ്ബാക്ക് പറഞ്ഞു. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ ഫീഡ്ബാക്ക് പറയാൻ? ക്വിക്ലി 2 വാക്ക് പറയാം. സാറിന്റെ ക്ലാസ് ഞാൻ CBT ഫോർ ആൻസൈറ്റിയുടെ ഒരു രണ്ട് സെഷൻ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ അത് ഐ എൻജോയ്ഡ് ഇറ്റ്. മുമ്പ് കണ്ടിട്ടുണ്ട്. മുമ്പ് ആണോ? ഓക്കെ. ഒരു 2-3 മാസം മുമ്പായിരുന്നു സാർ എടുത്തത് അത്. മിനി അപ്പോ കോഴ്സിലായിരുന്നു. അത് ഞാൻ എൻജോയ് ചെയ്തു. അതെ. ഓ ആൻസൈറ്റിന്റെ മിനി കോഴ്സിലായിരുന്നു സാജിദലിനെ കണ്ടത്. അതെ ഷോർട്ട് കോഴ്സ് ആയിരുന്നു. അപ്പൊ അത് ഞാൻ എൻജോയ് ചെയ്തു. അപ്പൊ അതിനുശേഷം വിചാരിച്ചു വരും സെഷനിൽ അറ്റൻഡ് ചെയ്യണം, ഡെഫിനറ്റ്ലി അറ്റൻഡ് ചെയ്യണം. CBT OCD കോഴ്സ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണ്. OCD ഇറ്റ്സ് റിയലി മിസ്റ്റീരിയസ്. ഞാൻ ഒത്തിരി ആൾക്കാരെ റിയൽ ലൈഫിൽ കാണുമ്പോൾ തന്നെ വിഷമിക്കാറുണ്ട്. പിന്നെ ഞാൻ ആ ഒരു സ്പോട്ടിൽ തന്നെ ലളിതമായിട്ട് രീതിയിൽ അവർ ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഞാൻ രക്ഷിപ്പിച്ചിട്ട് വിടാറുമുണ്ട്. അതായത് ഇപ്പോൾ ഒതുകൊടുക്കുമ്പോൾ പെട്ട് നിന്ന് ഒതെടുത്തിട്ട് രക്ഷപ്പെടാൻ പറ്റാതെ നിൽക്കുന്നത് ജസ്റ്റ് ഞാനപ്പോൾ പറയും, നിങ്ങളുടെ ആ വാഷിംഗ് കറക്റ്റ് ആയി, ഇനി സ്റ്റെപ്പ് മുന്നോട്ട് പോയിക്കോളൂ. അങ്ങനെ ചെറിയ നഡ്ജിലൂടെ വരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ ഇന്ന് സാറ് 1-2 ചോദ്യം ചോദിച്ച് ഞാൻ ബുദ്ധിമുട്ടിച്ചത്. അപ്പോൾ ഐ ഗോട്ട് മൈ ആൻസേഴ്സ്. ഐ ഡിഡ്ന്റ് ഗെറ്റ് ആൻസേഴ്സ്. ഐ മീൻ ലൈക്ക് വി ആർ ബോത്ത് ഇനി അന്വേഷണം തുടരണം എന്നുള്ള നിഗമനത്തിൽ എത്താൻ കഴിഞ്ഞു. So I enjoyed it, and thank you so much for taking so much effort. I really appreciate this. Also for organizing this. Thank you very much. Thank you. So thank you guys. ഇനി ബാക്കിയുള്ളവർക്ക് നമ്മളുടെ ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് പറയാം കേട്ടോ. അപ്പോ താങ്ക് യു സർ. ആക്ച്വലി ഈ ഒരു ക്ലാസ് ഭയങ്കര നല്ലതായിരുന്നു. ഞാൻ ഒരു സൈക്കോളജി സ്റ്റുഡന്റ് അല്ല, പക്ഷെ എനിക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻസൈറ്റ് വന്ന പോലെ, ലൈക്ക് ആ ഒരു കാര്യം എനിക്കൊന്ന് ബാക്കിയുള്ള സൈക്കോളജി സ്റ്റുഡൻസിനെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അവരുടെ ടെക്നിക്കലിയും അവർക്ക് കുറച്ചും കൂടി സാറിന്റെ ക്ലാസ് ഡയഗ്നോസിന്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുവാണ്. ആൾസോ സാറിനെ കുറച്ച് നമുക്കറിയാം നെറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സാർ എന്നാലും സാറിന്റെ എഫേർട്ടും ടൈമും ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തതിന് വളരെയധികം ഒരു ബിഗ് താങ്ക്സ്. ആൻഡ് ആൾസോ അതേഴ്സ്, താങ്ക് യു ഫോർ ജോയിനിങ്. I appreciate your time and effort for joining this webinar. And also ഞാൻ സൈബ്രിജിന്റെ ഭാഗത്തു നിന്ന് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു പറയുവാണ്. ആൻഡ് ഓക്കെ, നെക്സ്റ്റ് വെബിനാറിൽ നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ, ബൈ. ഓക്കെ, എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. താങ്ക് യു.